ഹേ ഓൾ, ഇറ്റ്സ് യുവർ ബിഗ് ബ്രോ. സോ നമ്മള് പാർട്ട് 2, അതായത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസിന്റെ പാർട്ട് 2 ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇറ്റ്സ് വെരി ഈസി കേട്ടോ, ഒന്നുമില്ല, ഇതിനകത്ത് കുറച്ച് കെമിക്കൽ ടെസ്റ്റുകളും കാര്യങ്ങളുമാണ്. ഇതാണ് നിങ്ങളുടെ ബി ഫാമിന്റെ ഏറ്റവും വലിയ ഒരു മുതൽ മുടക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദ്യം ചോദിക്കുമെന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതിൽ ഏതെങ്കിലും ടെസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കുക. ഒന്ന് തന്നെയൊന്നുമല്ല, 2, 3 ഒക്കെ ഒരുമിച്ച് മാറിയും തിരിഞ്ഞും ചോദിക്കാം. ബിക്കോസ് നിങ്ങൾ എപ്പോഴും മറന്നുപോകും, നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും അങ്ങനെയായിരിക്കും. സോ ഇപ്പൊ ഒരു സാധനം നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു സബ്സ്റ്റൻസ് നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് പ്യുവർ ആണോ ഇൻപ്യുവർ ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കാറുണ്ട്. ബേസിക്കലി നമ്മൾ എങ്ങനെ നോക്കാം? മണം ഉണ്ടോ, സ്മെല്ലുണ്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കും. എന്നാൽ നമ്മൾ കെമിസ്ട്രിയിൽ കൂടുതലായിട്ട് ചെയ്യുക ഈ കളർ, ഓർഡർ, ടേസ്റ്റ് ഒക്കെ ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ഫിസിക്കൽ കെമിക്കൽ കോൺസ്റ്റന്റുകൾ നോക്കുക, അസിഡിറ്റി നോക്കുക, ആൽക്കലിനിറ്റി നോക്കുക, പിന്നെ pH നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആനയോൺസ്, കാറ്റയോൺസുകൾ നോക്കുക, ആനയോൺസ്, കാറ്റയോൺസ് നോക്കുക. പിന്നെ അത് മാത്രമല്ല ഇൻസോല്യൂബിൾ മാറ്റേഴ്സിന്റെ ലിമിറ്റ് നോക്കുക, സോല്യൂബിൾ മാറ്റേഴ്സിന്റെ ലിമിറ്റ് നോക്കുക. അത് മാത്രമല്ല ലിമിറ്റ്സ് ഓഫ് വോളറ്റൈൽ മെറ്റീരിയൽസിന്റെ സാധനം നോക്കുക. അത് വോളറ്റൈൽ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താണ്, നമുക്ക് വെറുതെ തുറന്നു വെച്ചാൽ എത്രയാണ് നീരാവിയായി പോകുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലിമിറ്റ് ഓഫ് വോളറ്റൈൽ മാറ്റർ നോക്കാം. പിന്നെ ലിമിറ്റ് ഓഫ് നോൺ വോളറ്റൈൽ മാറ്റേഴ്സ് നോക്കാം, വോളറ്റൈൽ നോക്കാം. പിന്നെ ആഷ് വാല്യൂ കത്തിച്ച് കഴിയുമ്പോൾ ബാക്കി അതിൽ എത്രത്തോളം ബാക്കി സാധനങ്ങൾ കിടപ്പുണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ലിമിറ്റ് ഓഫ് റെസിഡ്യൂ ഓൺ ഇഗ്നിഷൻ, അതായത് കത്തിച്ചതിന് ശേഷം എന്തൊക്കെ സാധനങ്ങൾ കാണും, അല്ലെങ്കിൽ ലിമിറ്റ് കാര്യങ്ങളൊക്കെയാണ്. ആഷ് വാല്യൂ സ്പെസിഫിക് ആയിരിക്കും, കത്തിക്കഴിഞ്ഞാൽ ചാരത്തിൽ ഇത്ര സംഭവങ്ങൾ ഉണ്ടാവും, അതാണ്. ആൻഡ് ഇഗ്നിഷൻ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ കത്തിച്ച് കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. സോ ഇത് ബേസിക് കൺസെപ്റ്റ് ആണ്, ഇതിലെല്ലാം നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ചിലത് പ്രസിപ്പിറ്റേഷൻ ആയിരിക്കാം, അങ്ങനെ പല കമ്പയർ ചെയ്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ ഒരു ജസ്റ്റ് ബേസിക് പാർട്ടാണ്, വലിയ സംഭവമുള്ള കാര്യമല്ല. ഇത് ആർക്കും വേണമെങ്കിൽ ചുമ്മാ എഴുതി വെക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന വാട്ട് ഈസ് ലിമിറ്റ് ടെസ്റ്റ്. എന്താണ് ലിമിറ്റ് ടെസ്റ്റ് എന്നാണ് പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ലിമിറ്റ് ടെസ്റ്റ് നോക്കിയാലോ. സോ ലിമിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്. അവിടെ നമ്മൾ നോക്കുന്നതാണ് ഒപ്പാലസെൻസ്. എന്താണ്? ഒപ്പാലസെൻസ്. സ്പെല്ലിംഗ് ഒക്കെ എഴുതാൻ പഠിക്കണം. ഓക്കെ. 2 ടർബിഡിറ്റി. എന്താണ്? ടർബിഡിറ്റി. ആൻഡ് പിന്നെ ഓർ കളർ. ഓക്കെ, എന്താ കാര്യങ്ങൾ നോക്കുന്നത് ലിമിറ്റ് ടെസ്റ്റ്. ലിമിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്. അവിടെ ഒപ്പാലൻസ് നോക്കും, ടർബിഡിറ്റി നോക്കും, ആൻഡ് കളർ നോക്കും, ആൻഡ് കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യും. എന്തിന്റെ സ്റ്റാൻഡേർഡ്? ഫാർമക്കോപ്പിയ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫാർമക്കോപ്പിയ എന്താണെന്ന് മനസ്സിലായി കാണും. അതിനകത്ത് ഒരുപാട് ലിമിറ്റ് ടെസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളിൽ എത്രത്തോളം ഇമ്പ്യൂരിറ്റി ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ലിമിറ്റ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. ആ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില സമയത്ത് ഒപ്പാലസെൻസോ ടർബിഡിറ്റിയോ കളറോ ഒക്കെ കാണിക്കാറുണ്ട്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ടെസ്റ്റ് പാസ് ആവുന്നുണ്ടോ ഫെയിൽ ആവുന്നുണ്ടോ നമ്മൾ അറിയുവാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന് ബേസിക്കലി ന്യൂമറിക്കൽ വാല്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തില്ല? ന്യൂമറിക്കൽ വാല്യൂസ് ഇല്ല. ഓക്കെ, ഇത് ഉണ്ടോ ഇല്ലയോ, പ്രസന്റ് ഓർ ആബ്സെന്റ്, ആ ഒരു കാര്യം മാത്രം. പ്രസന്റ് ഓർ ആബ്സെന്റ് എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ആക്ച്വലി നമ്മൾ റിപ്പോർട്ടൊക്കെ എഴുതുമ്പോഴത്തേക്കും, ഇപ്പം ലിമിറ്റ് ടെസ്റ്റിന്റെ ഒക്കെ റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ പല കോളേജിലും പല രീതിയിലാണ്. ഇപ്പം ഞങ്ങളുടെ കോളേജിൽ, ഞാനൊക്കെ ജോൺ കോളേജ് ഫാർമസി പഠിച്ച സമയത്ത് അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ, ഇപ്പൊ ക്ലോറാണ്, ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് എന്താണ്, അല്ല, ദ ഇമ്പ്യൂരിറ്റി പ്രസന്റ് ഇൻ ദ test for limit test for chloride we are absent or present as per the pharmacopoeia compared to standard with pharmacopoeia. അങ്ങനെ എഴുതുന്നത്, അങ്ങനെ എന്തോ ആയിരുന്നു, ഞാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ നോർമൽ എഴുതുന്നത്. ചില ഇപ്പൊ ഞാൻ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പഠിച്ച സമയത്ത് ഡിഫറെന്റ് ആയിരുന്നു. അവിടെ എങ്ങനെ ആയിരുന്നില്ല നമ്മൾ ലിമിറ്റ് ടെസ്റ്റ് എഴുതിയിരുന്നത്. അവിടെ എഴുതുന്നത് നമ്മൾ ടെസ്റ്റ് പാസ് ആണോ പ്രസന്റ് ആണോ എന്ന് നമ്മൾ എഴുതും. എന്നിട്ട് as per the pharmacopoeia അങ്ങനെ എഴുതി വെക്കുക ചെയ്യുക. അവിടെ അങ്ങനെ സ്പെസിഫിക് ഫോർമാറ്റില്ല. പക്ഷെ നമ്മുടെ അവിടെ ജോൺ നോക്കിൽ അങ്ങനെയല്ല, സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ടായിരുന്നു. സോ ഓരോ കോളേജിനും ഓരോ രീതിയാണ്, അന്ന് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. സോ ലിമിറ്റ് ടെസ്റ്റ് എപ്പോഴും പെർഫോം ചെയ്യുന്നത് ഒരു അക്വസ് സൊല്യൂഷനിലായിരിക്കും. എന്തായിരിക്കും? അക്വസ് സൊല്യൂഷനിലായിരിക്കും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം.
കൂടുതലും വൈവിലൊക്കെയാണ് കൂടുതൽ ചോദിക്കുക വാട്ട് ഇസ് ലിമിറ്റ് ടെസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ലിമിറ്റ് ടെസ്റ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ട കാര്യം ഇത്രയും എഴുതേണ്ട ആവശ്യമുണ്ട്. സോ ലിമിറ്റ് ടെസ്റ്റ് അക്വ സൊല്യൂഷനിലോ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മീഡിയയിലോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലിമിറ്റ് ടെസ്റ്റ് നമ്മൾ നടത്തുക. എന്ത് ചെയ്യുക, ലിമിറ്റ് ടെസ്റ്റ് നടത്തുന്ന എപ്പോഴും എന്തായിരിക്കും, ഒരു അക്വ സൊല്യൂഷനിലോ എക്സ്ട്രാക്റ്റിലോ അല്ലെങ്കിൽ സ്പെസിഫിക് മീഡിയയിലോ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇത് ഏതായിരിക്കണം എന്നുള്ളത് എവിടെ ഉണ്ടായിരിക്കും, മോണോഗ്രാഫ്സ് ഓഫ് എവിടെ, ഫാർമക്കോപ്പിയ. ഓക്കെ അല്ലേ, മനസ്സിലായില്ല, എളുപ്പമാണ്. സോ എന്താണ് ലിമിറ്റ് ടെസ്റ്റ് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ നോക്കേണ്ട ആവശ്യമുണ്ട്. ഡെഫിനിഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ലിമിറ്റ് ടെസ്റ്റ് ആർ ക്വാണ്ടിറ്റേറ്റീവ് ഓർ സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ്. അപ്പം ലിമിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ക്വാണ്ടിറ്റേറ്റീവോ അല്ലെങ്കിൽ സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഡിസൈൻ ടു ഐഡന്റിഫൈ ആൻഡ് കൺട്രോൾ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഇമ്പ്യൂരിറ്റി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, കുറച്ച് സ്മോൾ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി ആൻഡ് ഐഡന്റിഫൈ അല്ലെ, ഒന്നെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി ഉണ്ടോന്ന് അറിയുക. വിച്ച് ആർ ലൈക്ലി ടു ബി പ്രസന്റ് സബ്സ്റ്റൻസിൽ ഉണ്ടാവുന്ന കുറച്ച് എമൗണ്ടോ അല്ലെങ്കിൽ അതിലുള്ള ഇമ്പ്യൂരിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ലിമിറ്റ് ടെസ്റ്റ് ആർ ക്വാണ്ടിറ്റേറ്റീവ് ഓർ സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ഡിസൈൻ ടു ഐഡന്റിഫൈ ആൻഡ് കൺട്രോൾ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഇമ്പ്യൂരിറ്റി വിച്ച് ആർ ലൈക്ലി ടു ബി പ്രസന്റ് ഇൻ ദ സബ്സ്റ്റൻസ്. സോ ലിമിറ്റ്സ് എന്താണ്, എ വാല്യൂ ഓർ എമൗണ്ട് ദാറ്റ് ഈസ് ലൈക്ലി ടു ബി പ്രസന്റ് ഇൻ ദ സബ്സ്റ്റൻസ്. സോ ഇനി അതിൽ ചോദിക്കും ലിമിറ്റ് ടെസ്റ്റ് എന്താണെന്ന് നമ്മൾ ഡെഫിനിഷൻ പറയുന്നത്. ലിമിറ്റ് എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസിൽ എത്ര വരെ കാണും എന്നുള്ളതാണ് ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റ് ആണെങ്കിൽ എന്താണ്, ബേസിക്കലി ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് അല്ലെ. ഓക്കെ, ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ ഫോറിൻ മെറ്റീരിയൽസ്. ഇതൊക്കെ ബേസിക് ഒരു ടെർമിനോളജി നിങ്ങളെന്ന് പറഞ്ഞു തരിക, ഫെമിലിയറൈസ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഓക്കെ അല്ലേ, ഇത്രയും മനസ്സിലാവാത്ത ആരും ഇല്ലല്ലോ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഇത് പറഞ്ഞതുപോലെ ഒഫീഷ്യൽ മെത്തേഡ്, കളർ, ഓർഡർ, ടേസ്റ്റ്, ഫിസിക്കോ കെമിക്കൽ കോൺസ്റ്റന്റ്, acidity, alkalinity and pH, anions and cations, limit of insoluble matters, limit of soluble matters, limit of non-volatile matters, ash value, limit of residue on ignition. ഇതിൽ വ്യത്യാസം അറിയാകൊന്നുമില്ല, നമുക്ക് എല്ലാം ഒന്നും പഠിക്കാനൊന്നുമില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ഇനി ഫർദർലി ഇഫ് യു ഗോയിങ് ഫോർ ഹയർ സ്റ്റഡീസ് അവിടെ കൂടുതലായിട്ട് പഠിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് സെമ്മൊക്കെ എത്തുമ്പോൾ ഒരുപാട് ഇത് പഠിക്കാനുണ്ട് കേട്ടോ. സോ what is limit test? എന്താ limit test? So the type of test in which opalescence, turbidity, color is compared with standard as prescribed in the pharmacopoeia. Okay അല്ലേ? സോ നിങ്ങൾ ഇതാണ് ഡെഫിനിഷൻ എഴുതിയാലും തെറ്റൊന്നുമല്ല, ആരും മാർക്കൊന്നും കുറയ്ക്കേണ്ടാവില്ല. opalescence, turbidity, color affect by the presence of other impurity present substance. സോ ഒരു സബ്സ്റ്റൻസിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇമ്പ്യൂരിറ്റീസ് കാരണമാണ് ഒന്നെങ്കിൽ opalescence ഇല്ലെങ്കിൽ കളർ ഇല്ലെങ്കിൽ turbidity ഉണ്ടാവുക. സോ വേരിയേഷൻ എന്ന് പറയുന്നത് ഓരോ ടെസ്റ്റ് പെർഫോം ചെയ്യുമ്പോഴും അത് മാറിക്കൊണ്ട് ിരിക്കും, എല്ലാത്തിനും ഒരുപോലെ അല്ല. അതുകൊണ്ട് തന്നെ നോമറിക്കൽ വാല്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ബേസിക്കലി ഫാർമക്കോപ്പി പറയുന്ന പോലെ ഒരു ലിമിറ്റ് ടെസ്റ്റ്, അത് കമ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അക്വ സൊല്യൂഷൻ, എക്സ്ട്രാക്ട് ഒരു മീഡിയ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ ഫാർമക്കോപ്പിയിൽ ഏതാ വേണ്ടതെന്നുള്ളത്. ലിമിറ്റ് ടെസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ സെമി ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഡിസൈൻ ടു ഐഡന്റിഫൈ ആൻഡ് കൺട്രോൾ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് which are likely to be present in the substance. ഇതിൽ ആർക്കെങ്കിലും വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ലിമിറ്റ് എന്താണ്, എ വാല്യൂ ഓർ എമൗണ്ട് ദാറ്റ് ലൈക്ലി ടു ബി പ്രസന്റ് ഇൻ സബ്സ്റ്റൻസും. ടെസ്റ്റ് ആണെങ്കിൽ എക്സാമിൻ ഓർ ഇൻവെസ്റ്റിഗേറ്റും. ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ ഫോറിൻ മാറ്റേഴ്സ് ഇൻ എ കോമ്പൗണ്ട് ആണ്. ഇതിലും നിങ്ങൾക്ക് ആർക്കും അറിയായിക അല്ലെങ്കിൽ വ്യത്യാസമോ ഒന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് ലിമിറ്റ് ടെസ്റ്റിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഉണ്ട് കേട്ടോ. അതായത് നമുക്കറിയാം ഈ ഹാംഫുൾ സബ്സ്റ്റൻസ് ലൈക്ക് ഇമ്പ്യൂരിറ്റീസ് ഇല്ലേ, അപ്പം ഈ ഇമ്പ്യൂരിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻസ് പറയുവാണെങ്കിൽ. സെക്കൻഡ്, നമുക്ക് ചില സമയത്ത് അവോയ്ഡബിളും ഉണ്ട് അൺഅവോയ്ഡബിൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അത് നമുക്ക് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് ബേസിക് കാര്യം, നിങ്ങൾക്ക് ആർക്കുവാണെങ്കിൽ എഴുതാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് ടെസ്റ്റുകൾ എത്ര ടൈപ്സ് ഉണ്ട്? ബേസിക്കലി വി ഹാവ് 2 types and the first one is comparison method. What is comparison method?
ഓക്കെ, ഇത് വെരി ഈസി ആണ്, കമ്പാരിസൺ മെത്തേഡ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ടി ആണ്, TITA അല്ല, ക്വാണ്ടിറ്റേറ്റീവ് അല്ലെ, TIVE, ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ. ഓക്കെ, ഡിറ്റർമിനേഷൻ. ഓക്കെ, ഞാൻ സ്പെല്ലിംഗ് ഒന്നും കൂടെ എഴുതാം. QUANTITATIVE, ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ അല്ലേ, മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ 2 ടൈപ്പ് ടെസ്റ്റ് ആണ്, കമ്പാരിസണും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷനും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ജനറൽ പ്രിൻസിപ്പിളിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒപ്പാലസൻസിന്റെ കാര്യം പറഞ്ഞു, ടർബിഡിറ്റിയുടെ കാര്യം പറഞ്ഞു, കളറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാനത് വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഒരു സാമ്പിൾ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സാമ്പിളിന്റെ, ഇപ്പൊ എക്സാമ്പിൾ ഞാനൊരു ട്യൂബിനകത്ത് ഒരു സാമ്പിൾ എടുത്ത് വെച്ചിരിക്കുവാണെന്ന് വിചാരിക്കുക. അതിന്റെ കളറ്, ടർബിഡിറ്റി, ഒപ്പാലസൻസ് നമ്മൾ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമായിരിക്കും ചെയ്യുക. അതായത് നമുക്കൊരു ടെസ്റ്റും ഉണ്ടാവും, ഒരു സ്റ്റാൻഡേർഡും ഉണ്ടായിരിക്കും. ടെസ്റ്റിനകത്ത് നമ്മൾ സാമ്പിൾ വെക്കുന്നു, സ്റ്റാൻഡേർഡിൽ നമ്മൾ ഫാർമക്കോപ്പി പറയുന്നത് പോലൊരു സാധനം ഉണ്ടായിരിക്കും. സോ ഇതിന്റെ ഒപ്പാലസൻസ്, ടർബിഡിറ്റി, കളർ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യണ്ടാവുക, നമ്മൾ നോക്കുക. ഓക്കെ, ഇനിയിപ്പോ സാമ്പിൾ ഭയങ്കര ഡാർക്കൻ ആവുകയാണ്, സ്റ്റാൻഡേർഡ്സിനേക്കാളും ഡാർക്കൻ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ല ലൈക്ക് ഹെവിയർ ആവുകയാണ്, സ്റ്റാൻഡേർഡ്സിനേക്കാളും ഹെവിയർ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഫാർമക്കോപ്പിയൽ ലിമിറ്റ് അനുസരിച്ച് നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്യും. ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് അറിയാം എങ്ങനെയാണ് നോർമൽ പായസം ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ഓക്കെ, പായസത്തിന് ഇപ്പൊ പാൽപായസം ആണെങ്കിൽ നല്ല വെള്ള കളറിലായിരിക്കും. നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം തരും, ഇപ്പൊ സാമ്പാർ തരുവാണ്, എന്നിട്ട് പറയുവാണ് നിങ്ങൾ പായസമായിട്ട് കമ്പയർ ചെയ്യാൻ പറയുന്നത്, പായസം പോലെ അല്ല സാമ്പാർ ഇരിക്കുക, രണ്ടും ഡിഫറൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്കെ ഇത് റിജക്റ്റഡ് ആണ്, ഇത് പായസം അല്ല, ഇത് സാമ്പാർ തന്നെയാണ്, വിട്ടോളൂ എന്ന് പറയും. അതുപോലെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ബേസിക് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ, നമ്മൾ റിജക്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി സ്പെസിഫിസിറ്റി ഓഫ് ലിമിറ്റ് ടെസ്റ്റ്. സോ ലിമിറ്റ് ടെസ്റ്റിന്റെ സ്പെസിഫിസിറ്റിനെ പറ്റിയാ പറയാൻ പോകുന്നത്. ലിമിറ്റ് ടെസ്റ്റ് സ്പെസിഫിസിറ്റി. ഓക്കെ, സോ ഒരു ഗിവൺ ലിമിറ്റ്, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചെറിയ ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യണം, അത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അതായത് ചില സമയങ്ങളിൽ ഇപ്പൊ ചില റിയാക്ഷൻസുകളും അല്ലെങ്കിൽ ചില റിയേജന്റുകൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസ് തന്നെ അത് സ്പെസിഫിക് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ എക്സ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, നോർമലി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ X+Y+Z ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് എക്സിനെയും കണ്ടുപിടിക്കാൻ പറ്റും, വൈനെയും കണ്ടുപിടിക്കാൻ പറ്റും, ഇസഡിനെയും കണ്ടുപിടിക്കാൻ പറ്റും. 3 ഇമ്പ്യൂരിറ്റി ആണ്, എക്സ്, വൈ, ഇസഡ്. ഇത് ഞാൻ എം എന്ന് പറഞ്ഞ റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, XY/Z ഒരു കോംപ്ലക്സ് കിട്ടുവാണ്. ഓക്കെ, ഇത് റിയാക്ഷൻ വിചാരിക്കുക, XY/Z എം എന്ന് പറഞ്ഞ റിയേജന്റ് ആണ്, അത് ഞാൻ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ XY എന്ന കോംപ്ലക്സ് കിട്ടുന്നു. പക്ഷേ എനിക്ക് വൈയും ഇസഡും വലിയ പ്രശ്നമുള്ള ആളല്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ എനിക്ക് എക്സ് ഉണ്ടോ ഇല്ലെന്നുണ്ട്. എക്സ് ആണെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടിലേ കാണാറുള്ളൂ. അതായത് വൈ 20 ഗ്രാം, ഇസഡ് 20 ഗ്രാം കാണും, പക്ഷെ എക്സ് ആണെങ്കിൽ 0.1 ഗ്രാമേ കാണുള്ളൂ. അപ്പൊ എനിക്ക് ഈ 1 ഗ്രാം ഉണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ 1 ഗ്രാം ഒരു ടോക്സിക് എഫക്റ്റ് ആണ്. അപ്പൊ ഞാൻ അവിടെ എന്തെന്ന് വെച്ചാൽ ഈ എക്സിന് വേണ്ടിയുള്ള സ്പെസിഫിക് ടെസ്റ്റുകൾ ഞാൻ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് എക്സിനെ മാത്രം സ്പെസിഫിക് ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള ട്രേസ് ഇമ്പ്യൂരിറ്റി പോലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സ്പെസിഫിക് ടെസ്റ്റുകൾ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ജനറൽ പ്രിൻസിപ്പിൾ ആകണമെന്നില്ല, എല്ലാ ലിമിറ്റ് ടെസ്റ്റും ജനറൽ പ്രിൻസിപ്പിൾ ആകണമെന്നില്ല. അത് ഓരോ നമ്മൾ കൺസിഡർ ചെയ്യും, അത് എന്താണ്, ഏത് രീതിയിലാണ്, അതിന്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ള കൺസിഡർ ചെയ്യണം നമ്മൾ എപ്പോഴും തീരുമാനിക്കുക. അത് ഇറ്റ്സ് എൻ്റെ ഡിഫറെന്റ് തിങ് കേട്ടോ. ഇനി സെൻസിറ്റിവിറ്റി പറയുവാണെങ്കിൽ, ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ലിമിറ്റ് ടെസ്റ്റുകളുടെയും റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും അത് കാണിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഫസ്റ്റ് ലിമിറ്റ് ടെസ്റ്റ്, അതായത് ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്നത് ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഞങ്ങള് ജൂനിയർ ബാച്ചേഴ്സ് ആണല്ലോ, അപ്പൊ നമ്മളെ മിസ് വരും. ഇപ്പൊ ശുഭ മിസ് ആണ്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. സോ ശുഭ മിസ് വരും. ശുഭ മിസ് വന്നിട്ട് പറയും, ഓക്കെ ഒരു കാര്യം ചെയ്യും, നെസ്ല സിലിണ്ടർ പോയി വാങ്ങിയിട്ട് വരും. അപ്പൊ ഞാൻ റോൾ നമ്പർ 1 ആണ്, അഭിജിത്ത് ആയുണ്ട് റോൾ നമ്പർ 1 ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി നെസ്ല സിലിണ്ടറും ഒക്കെ വെച്ച് ഞാൻ ഈ മറ്റേ നമ്മുടെ ആ ഒരു ബീക്കറിലൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുക. അപ്പം പറഞ്ഞു, ഒരാളെ ചെയ്ത് കാണിച്ചു തരാം, ആരെ ചെയ്ത് കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും ഓട്ടോമാറ്റിക്കലി റോൾ നമ്പർ 1 നോക്കുമല്ലോ, അതാണ് അവർക്ക് അത്ര എളുപ്പം, മിസ്സിന് വരെ എളുപ്പം അതാണ്.
അങ്ങനെ എന്ത് ചെയ്തു, എൻ്റെ മിസ് അടുത്തേക്ക് വന്നു. മിസ് വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ നെസ്ല സിലിണ്ടർ എടുത്തിട്ട് സാധനങ്ങളൊക്കെ ഒഴിക്കാൻ പറഞ്ഞു. ഞാൻ പൈപ്പറ്റിലൊക്കെ വെച്ച് സാധനമൊക്കെ ഒഴിച്ചു, എല്ലാമൊക്കെ ചെയ്തു. എന്നിട്ട് മിക്സ് ചെയ്യാൻ പറഞ്ഞു. ആക്ച്വലി നമുക്ക് അവിടെ കിട്ടേണ്ടത് എന്തായിരുന്നു, ഒരു ചെറിയൊരു ടർബിഡിറ്റി പോലെ ആയിരുന്നു കിട്ടേണ്ടിരുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയത് മഞ്ഞ കളറാണ് കിട്ടിയത്. കിട്ടേണ്ടതല്ല കിട്ടിയത്, പകരം വേറെയാണ് കിട്ടിയത്. എനിക്ക് ഏത് ലിമിറ്റസ് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിലാണെങ്കിൽ അത് ക്ലോറൈഡ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. സോ ക്ലോറൈഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബേസിക്കലി ചെറിയൊരു ടർബിഡിറ്റി പോലെ ഒരു ചെറിയ പാല് പോലെ. അത് ഞാൻ പറഞ്ഞുതരാം, എന്താ ടർബിഡിറ്റി എന്താ ഒപ്പാലസൻസ് പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് ഇപ്പം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് ഇപ്പോഴാണ് അങ്ങനെ പറയുന്നത്. സോ ചെറിയൊരു പാല് പോലെ വരേണ്ടതാണ്. ശരിക്കും വന്നത് മഞ്ഞ കളറാണ്, ഫുൾ മഞ്ഞ കളർ. അതായത് വേറെ ടെസ്റ്റുകൾക്കൊക്കെ മഞ്ഞ കളറാണ് വരിക, ഓരോന്നിനും ഓരോ സ്പെസിഫിക് ടെസ്റ്റാണ് മഞ്ഞ കളർ. അപ്പൊ അതെന്താ വെച്ചാൽ സംഭവിച്ചാൽ ഇതിനു മുന്നേ ആരോ ഈ ബ്യൂവാക്സുകൾ ഉപയോഗിച്ചിരുന്നു. സോ അവര് വാഷ് ഒന്നും ചെയ്യാതെ അത് ഡിസ്കാർഡ് ചെയ്തിട്ട് കൊണ്ടുപോയി. ഞാൻ ഇവിടെ കൊണ്ടുവന്നു വാഷൊക്കെ ചെയ്തു. പക്ഷെ ആ മിക്സ് ചെയ്ത് നമുക്ക് റോഡുണ്ട് ഇതിനെ നമ്മൾ മിക്സ് ചെയ്യുന്ന റോഡുണ്ട്. കാരണം നമ്മളെല്ലാം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ റോഡ് എന്ത് ചെയ്തില്ല, ഞാൻ കഴുകിയില്ല. ഈ റോഡിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. ആ ഇമ്പ്യൂരിറ്റീസ് കാരണം എന്ത് ചെയ്തു, എന്റെ ഇത് മഞ്ഞ കളറായി. അപ്പൊ മിസ് ചോദിക്കുന്നത് എന്താ മഞ്ഞ കളറാവുന്നേ? അവൻ എന്നോട് പുള്ളിക്കാരി പറയാം, അതിന്റെ നമ്മളെ ക്ലാസ്സിൽ ഫുൾ കാണിച്ചു കൊടുത്തിട്ട് പറയാം, ഇതാണ് ഇമ്പ്യൂരിറ്റിക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മൾ ചെയ്തൊരു ടെസ്റ്റ് ആണ്, ഇതിനകത്ത് വേറെ ഇമ്പ്യൂരിറ്റി ഉണ്ടായിരുന്നു, അത് ഐഡന്റിഫൈ ചെയ്ത ടെസ്റ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അതൊക്കെ ഭയങ്കര കോമഡി. ആ സമയത്ത് നമുക്ക് ഭയങ്കര പേടിയാണ്, കാരണം തെറ്റിപ്പോയില്ലേ, നമുക്കിനി ചെയ്യണ്ടേ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള പേടിയാണ്. സോ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു, ഹാർംഫുൾ സബ്സ്റ്റൻസ്, അവോയ്ഡബിൾ അൺഅവോയ്ഡബിൾ, ടൈപ്പ് ആണെങ്കിൽ കമ്പാരിസൺ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. സോ ജനറൽ പ്രിൻസിപ്പിൾ കളർട്ടബിലിറ്റി, ഒപ്പാലസൻസ് ഉണ്ടോ ഇല്ല നമ്മൾ നോക്കുവാണ് ചെയ്യേണ്ടാവുക. സോ ഡാർക്ക് ഓർ ഹെവിയർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷനേക്കാളും ഡാർക്ക് ഓർ ഹെവിയറോ ആണെങ്കിൽ ഫാർമക്കോപ്പി ലിമിറ്റ് സെൻസ് റിജക്റ്റഡ് ആണ് എന്നുള്ളതാണ്. സോ സ്പെസിഫിറ്റി ഞാൻ പറഞ്ഞു, സെൻസിറ്റിവിറ്റി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രൈം കൺസിഡറേഷൻ എന്ന് പറയുന്ന ലിമിറ്റ് ടെസ്റ്റുകൾ എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ലിമിറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഫർദർലി ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ട് പോകുന്നത്. കാര്യം ലിമിറ്റ് ടെസ്റ്റ് ഭയങ്കര അക്സെപ്റ്റബിൾ ആണ്, എല്ലാവരും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് സോ ഈസി ഫോർ us കേട്ടോ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയാണ് നമ്മൾ പറയുന്നത് നെസ്ലെ സിലിണ്ടർ. ഇത് ഞാൻ വരച്ചോ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല, നമുക്ക് കുറച്ച് പറയാനുണ്ട്. ഇനി അങ്ങോട്ടുള്ളതിലൊന്നും വരച്ചോ പഠിച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ബിക്കോസ് ഡയറക്ട്ലി ക്ലാസ് എടുത്ത് പോവുമായിരിക്കും ചെയ്യേണ്ടാവുക. സോ നെസ്ലെ സിലിണ്ടർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഗ്ലാസ് സിലിണ്ടർ ആണ്, വലിയ സംഭവം ഒന്നുമില്ല. ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബ്, നോർമൽ ടെസ്റ്റ് ട്യൂബ് എങ്ങനെയാ ഇങ്ങനെ ഉണ്ടാവുക, താഴെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വെക്കാനുള്ള സമയം ഉണ്ടാവില്ല. പക്ഷെ ഈ നെസ്ലെ സിലിണ്ടർ അങ്ങനെയല്ല, താഴെ നമുക്ക് വെക്കാൻ പറ്റും, ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അത് മാത്രമല്ല ടെസ്റ്റ് ട്യൂബിനേക്കാൾ എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. മെറ്റീരിയലൊക്കെ ബോറോസിലിക്കേറ്റ് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഹൈറ്റ് 15 സെന്റിമീറ്റർ ഉണ്ട്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, കാര്യം ലിമിറ്റ് ടെസ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടി വരും. സോ 15 സെന്റിമീറ്റർ ഹൈറ്റ്, എക്സ്റ്റേണൽ ഹൈറ്റ് ഓഫ് ദ 15 ml മാർക്കിൻ 11.02 11.4 centimeter. The thickness of the wall is around 1.02 1.5 millimeter and thickness of the base is about 1.02 3.0 millimeter. So ഇത് ബേസിക്കലി എത്ര മില്ലിമീറ്റർ ആണ്, എത്ര ഹൈറ്റ് ഉണ്ട്. സോ നമുക്ക് രണ്ട് മാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ഫസ്റ്റ് കാണുന്ന മാർക്കിംഗ് 50 ml ആണ്, 50 ml ഒരു മാർക്കിംഗും ഉണ്ട്, പിന്നെ 100 ml മാർക്കിംഗ് ഉണ്ട്. ചില ലിമിറ്റ് ടെസ്റ്റുകൾ നമ്മൾ 50 ml വരെ നമ്മളെ ചില സാധനങ്ങൾ എടുക്കാൻ പറയും. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ്സും അറിയാം. സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫുള്ളി എടുക്കും, 100 ml എടുക്കും. പിന്നെ നമ്മൾ ടെസ്റ്റ് ഉണ്ടാക്കുമല്ലോ, ടെസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സംഭവങ്ങൾ നമ്മൾ 50 ml എടുക്കും. പിന്നെ നമ്മളത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എന്തെങ്കിലും ഡിഫറെന്റ് തിങ് ആണ്. സോ ബേസിക് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കിങ്സുകളുണ്ട്, 50 ml മാർക്കിംഗ് ഉണ്ട്, പിന്നെ 100 ml മാർക്കിംഗ് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ബേസിക് തിങ് ആണെന്ന് പഠിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസ് പഠിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും പഠിക്കുക, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. 15 സെന്റിമീറ്റർ ആണ് പൊക്കം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, 15 സെന്റിമീറ്റർ പൊക്കം, 15 സെന്റിമീറ്റർ പൊക്കം. എക്സ്റ്റേണൽ ഹൈറ്റ് ഓഫ് 50 ml മാർക്കിംഗ് ഈസ് 11.02 11.24 സെന്റിമീറ്റർ. അപ്പം നമുക്ക് 50 ml മാർക്കിംഗ് വരുന്നുണ്ട്. 50 ml എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 11 അല്ലെങ്കിൽ 12.4 സെന്റിമീറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. തിക്കൻ ഓഫ് ദ വാൾ ഈസ് അറൗണ്ട്. അപ്പൊ ഈ ചുറ്റുള്ള തിക്കൻസ് ഉണ്ടല്ലോ, തിക്കനിങ് എന്ന് പറയുന്നത് എന്താണ്, 1.02 1.5 മില്ലിമീറ്റർ ആയിരിക്കും. ആൻഡ് തിക്കൻ ഓഫ് ദ ബേസിസ്, അപ്പം ഇതിന് തൊട്ട് താഴെ ഈ ബേസ് എന്ന് പറയുന്നത് തിക്കൻഡ് ആണ്. അത് 1.02 3.0 മില്ലിമീറ്റർ. നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരിക്കൽ ഈ റോഡ് വെച്ച് നല്ലപോലെ ഇളക്കിയിട്ട് ഈ സാധനം അടിയിൽ നിന്ന് പൊട്ടിങ്ങ് പോകുന്നു. അത്
കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ എല്ലാ സാധനം കുറെ കഴിയുമ്പോൾ പൊട്ടിയങ്ങ് പോകുമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ സ്കൂൾ കോളേജ് ലാബുകളിൽ ഇതൊക്കെ ഇങ്ങനെ മാറ്റുന്നത് ഭയങ്കര കുറവാണ്. നമുക്ക് ആദ്യമേ തരുമ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ, ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ അങ്ങനെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ മൂന്നാമത്തെ ആണെന്ന് തോന്നുന്നു, മൂന്നാമത്തെ ലാബിൽ നല്ല പോലെ റോളിട്ട് ഇളക്കി. കാര്യം നല്ല ഇളക്കണമല്ലോ, ഇളക്കി അവസാനം ഞാൻ നോക്കിയപ്പം ഭയങ്കര ഫ്രീ ഹാൻഡിട്ട് ഇളകുന്നു. അങ്ങനെ നോക്കിയപ്പോൾ താഴെ പൊട്ടിപ്പോയി. അങ്ങനെ അന്നത്രയാ 250 രൂപയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. The external height to 50 ml marking of cylinder used for the test must not differ by more than 1 mm. So external height 50 ml മാർക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു ലൈക്ക് ആ സിലിണ്ടർ സമയത്ത് ടെസ്റ്റിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1 millimeter കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ബേസിക് തിങ് ആണ്, ഇതൊന്നും വലിയ സംഭവമുള്ള കാര്യമില്ല കേട്ടോ. ഇനി ജനറൽ പ്രിക്കോഷൻ, ദ ലിക്വിഡ് യൂസ് മസ്റ്റ് ബി ക്ലീൻ ആൻഡ് ഫിൽറ്റേർഡ് ഇഫ് നെസസറി. ഞാൻ പറഞ്ഞതുപോലെ ലിക്വിഡ് എന്തായിരിക്കണം, നമ്മൾ ഉപയോഗിക്കുമ്പോൾ ക്ലീനും ഫിൽറ്റേർഡും ആയിരിക്കണം എന്നുള്ളതാണ്. നെസ്ലെ സിലിണ്ടർ മസ്റ്റ് ബി മെയ്ഡ് ഓഫ് കളർലെസ് ഗ്ലാസ് ആൻഡ് ഓഫ് സെയിം ഇന്നർ ഡയമീറ്റർ. സോ കളർലെസ് ഗ്ലാസ് ആയിരിക്കണം, ഇന്നർ ഡയമീറ്റർ ഇടണം, സെയിം തന്നെ ഇരിക്കണം. ഡിറ്റക്ടിങ് ഒപ്പാലസെൻസ് ഓർ കളർ ഡെവലപ്മെന്റ് മസ്റ്റ് ബി പെർഫോം ഇൻ ഡേ ലൈറ്റ്. സോ നമ്മൾ ഇപ്പോൾ ഒപ്പാലസെൻസോ കളറോ ഡെവലപ്പ് ചെയ്യുന്ന ടെസ്റ്റുകളാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് മിക്കവാറും എല്ലാ ഒപ്പാലസെൻസും കളറും തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകളാണെങ്കിൽ നിർബന്ധമായും ഡേ ലൈറ്റിൽ മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ നമ്മുടെ കോളേജ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ നമ്മൾ അല്ലാതെ നമ്മൾ ചിലതിന് ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡേ ലൈറ്റിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ള നിർബന്ധമാണ്. ഫോർ കമ്പാരിസൺ ഓഫ് ടർബിഡിറ്റി ആണ് കമ്പാരിറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡൺ അഗെയിൻസ്റ്റ് എ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്. സോ ടർബിഡിറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുക. ഞാൻ എന്താണ് ടർബിഡിറ്റി എന്താണ് ഒപ്പാലസെൻസ്, എന്താണ് കളർ എന്നൊക്കെ പറഞ്ഞു തരാം. നമുക്ക് ടെസ്റ്റുകൾ പഠിക്കാൻ വരുന്നുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫോർ കമ്പാരിസൺ ഓഫ് കളർ ഇറ്റ് ഷുഡ് ബി ഡൺ അഗെയിൻസ്റ്റ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. കളർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കേണ്ടത് ആവശ്യമുണ്ട്. എളുപ്പമല്ലേ, ഒന്നുമില്ലടാ. ഇപ്പൊ ബേസിക്കലി നെസ്ലെ സിലിണ്ടർ എന്ന് ഞാൻ പറഞ്ഞു. നെസ്ലെ സിലിണ്ടർ എന്താണെന്നും പറയുന്നില്ല, ടെസ്റ്റ് ചെയ്യാൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു സിലിണ്ടർ മാത്രമേ ഉള്ളൂ, അപ്പുറത്തേക്ക് വേറൊന്നും ഒരു പഠിക്കാനില്ല. ജനറൽ പ്രിക്കോഷൻസിൽ മാത്രമേ നമുക്ക് ഡേ ലൈറ്റിൽ ഏത് ചെയ്യണം, പിന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് ചെയ്യണം, ഇത് പഠിക്കണം കേട്ടോ. ഈ ജനറൽ പ്രിക്കോഷൻ പഠിക്കണം. ബിക്കോസ് വാട്ട് ഈസ് ലിമിറ്റ് ടെസ്റ്റ് ചോദിക്കുമ്പോൾ ലിമിറ്റ് ടെസ്റ്റ് ഇപ്പൊ 10 മാർക്ക് ചോദിച്ചാൽ നിങ്ങൾ ഇത് ഇത്ര എഴുതണം. ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്തേ, പെട്ടെന്ന് ഈ ഒരു ഭാഗം ഒന്ന് ഓടിച്ച് വായിച്ചത്. നമുക്ക് ഇതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. സോ എന്നാലും എന്താ ലിമിറ്റ് ടെസ്റ്റും എന്താണ് ഡെഫിനിഷൻ എന്ന് പെട്ടെന്ന് ഓടിച്ച് വായിച്ചേ. അപ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടെ കുടിച്ചേ. So importance of limit test, type, comparison, quantitative, general principle, color, turbidity, opalescence ആണ് ഞാൻ പറഞ്ഞു. നെസ്ലെ സിലിണ്ടർ വായിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഒരു പടം വരയ്ക്കാൻ പഠിക്കുക കേട്ടോ, അറ്റ്ലീസ്റ്റ് പടം വരയ്ക്കാൻ പഠിക്കുക. പിന്നെ ജനറൽ പ്രിക്കോഷൻസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് ആണ്. ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് ഫസ്റ്റ് സാധനം പഠിക്കാൻ പോവാണ്. സോ ഇവിടെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം. ദ ഫസ്റ്റ് വൺ ഈസ് നെസ്ലെ സിലിണ്ടർ. നമ്മൾ നേരത്തെ കണ്ടില്ല ആ സാധനം തന്നെയാണ്. രണ്ടാമത്തത് ഗ്ലാസ് റോഡ്. അതെന്തിനാ വെച്ചാൽ നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലപോലെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് 3 സ്റ്റാൻഡ്. ഇപ്പം ബേസിക്കലി നമ്മൾ സ്റ്റാൻഡ് ഒന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ പകരം എന്താ ചെയ്യുക, നമ്മൾ ബീക്കറാണ് യൂസ് ചെയ്യുക കേട്ടോ. വലിയൊരു ബീക്കറിനകത്താണ് നമ്മൾ നെസ്ലെ സിലിണ്ടർ ഇറക്കി വെച്ച് ചെയ്യുക. നോർമലി സ്റ്റാൻഡ് വെക്കണം എന്നൊക്കെയാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് എന്തൊക്കെ കെമിക്കൽസ് വേണം എന്നുള്ളതാണ്. സോ കെമിക്കൽസ് വേണ്ടത് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്, സിൽവർ നൈട്രേറ്റ് അത് 5% ആണ്. ആൻഡ് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് അത് 10%. ഓക്കെ, എന്തൊക്കെയാണ് വേണ്ടത്? സോഡിയം ക്ലോറൈഡ് വേണം, സിൽവർ നൈട്രേറ്റ് വേണം, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് വേണം. ഓക്കെ, ഈ 3 സാധനം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 2 നെസ്ലെ സിലിണ്ടർ എടുക്കുന്നു, അതൊരു ടെസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റാൻഡേർഡ് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഓക്കെ, നമ്മൾ കെമിക്കൽസ് വേണ്ട സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും ആണ്. ഓക്കെ, നമുക്ക് ഇനി അതിന്റെ റിയാക്ഷൻ നോക്കിയാലോ. റിയാക്ഷൻ എങ്ങനെയാ നമുക്ക് നോക്കാം. റിയാക്ഷൻ ഓക്കെ, സോഡിയം പ്ലസ് ക്ലോറിൻ. ഇവിടെ സോഡിയം എന്താണ്, സോലുബിൾ ആണ് കേട്ടോ. സോഡിയം സോലുബിൾ ആണ്. ക്ലോറിൻ ആണെങ്കിലോ സോലുബിൾ ആണ്. ഓക്കെ, സോലുബിൾ. ഓക്കെ, ഗീവ്സ് AgNO3 dilute gives
AgCl plus NaNO3 which is soluble. Okay. കെമിക്കൽസ് റിക്വയർഡ് ഏതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ കിട്ടും. ഇത് ഇൻസോലുബിൾ ആണ്. ഓക്കെ, ഇൻസോലുബിൾ. ഓക്കെ, നമുക്ക് എന്തൊക്കെ നോക്കാമല്ലോ. നമ്മുടെ സോഡിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, AgNO3 ഉണ്ട്. ഈ 3 സാധനമാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അല്ലേ. സോ സോഡിയം ക്ലോറൈഡ് ഉണ്ട്, പിന്നെ എന്താണ് സോഡിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ആൻഡ് AgNO3 ഉണ്ട് അല്ലേ. സോ ഇത്രയും സാധനം നമ്മൾ വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും അത് ഇൻസോലുബിൾ AgCl കണ്ടോ, ഇവിടെ ഷിഫ്റ്റ് കിടക്കുന്നുണ്ട്. AgCl ആൻഡ് NaNO3 ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, NaNO3 ഉണ്ടാവുകയാണ് ചെയ്യുക. അതിൽ ഇൻസോലുബിൾ AgCl ആൻഡ് സോലുബിൾ NaNO3 ഉണ്ടാവും. ഇതിൽ വ്യത്യാസമോ അല്ലെങ്കിൽ മനസ്സിലാവാതെ ആരും ഇല്ലല്ലോ, എളുപ്പമുള്ള കാര്യമാണ്. സോ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് സിൽവർ നൈട്രേറ്റും സോലുബിൾ ക്ലോറൈഡും. സോ സിൽവർ നൈട്രേറ്റും സോലുബിൾ ക്ലോറൈഡും കൂടെ ഉള്ള റിയാക്ഷൻ ആണ്. ഓക്കെ, അത് ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈല്യൂട്ട് എന്താണ് നൈട്രിക് ആസിഡ്, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡിന്റെ പ്രസൻസിലാണ് ചെയ്യുക. ആ സമയത്ത് സിൽവർ ക്ലോറൈഡ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആൻഡ് പ്രൊഡ്യൂസ് എ ഒപ്പാലസെൻസ്. എന്താണ് ഒപ്പാലസെൻസ്? അപ്പൊ എന്താ പറഞ്ഞത്, ഞാൻ എന്തൊക്കെ പറഞ്ഞു? ഇപ്പം ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സിൽവർ നൈട്രേറ്റ് and soluble chloride in the presence of nitric acid which gives opalescence of silver chloride. സിൽവർ ക്ലോറൈഡ് ഒപ്പാലസെൻസ് ആയിട്ട് വരുവാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ നിങ്ങൾ പഠിക്കണ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ബേസിക് ആയിട്ട് പഠിക്കുന്ന സമയത്ത് എന്താണ് കെമിക്കൽസ് നോക്കുക, അത് വെച്ച് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അതിനെ ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾ മറക്കണ്ടാവില്ല. ആൻഡ് ഒപ്പാലസെൻസ് പ്രൊഡ്യൂസസ് കമ്പയർ സ്റ്റാൻഡ് സൊല്യൂഷൻസ്. നമ്മൾ ഒപ്പാലസെൻസ് നമ്മൾ ടെസ്റ്റും സ്റ്റാൻഡേർഡിനെയും വെച്ചിട്ട് നമ്മൾ ടെസ്റ്റും സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയും അങ്ങനെ അത് ഫെയിൽ ആവുന്നോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് പറഞ്ഞ ടെസ്റ്റുകൾ. ഇതിന്റെ ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ. ഇനി നമ്മൾ പ്രൊസീജിയറാണ് പറയുന്നത്. ഓക്കെ, പ്രൊസീജിയർ നമുക്ക് ആരും അറിയാം. എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണ് AgNO3 ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, സിൽവർ ക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒപ്പാലസെൻസ്. ഇവിടെ NO3 കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ AgCl കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി, വേറെ ആരെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സോ പ്രൊസീജിയർ നമ്മൾ എന്താ ചെയ്യണ്ടേ, 250 ml നെസ്ലെ സിലിണ്ടർ എടുക്കണം അല്ലെ. നെസ്ലെ സിലിണ്ടർ എടുക്കുക ആൻഡ് ഒന്നിൽ ടെസ്റ്റ്, ഒന്നിൽ സ്റ്റാൻഡേർഡ് എന്ന് മെൻഷൻ ചെയ്യാം. ആൻഡ് ഇനി നമ്മൾ ടെസ്റ്റും സ്റ്റാൻഡേർഡ് രണ്ടാണ് കേട്ടോ. നമ്മളെല്ലാം ഒരുപോലെ അല്ല ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇത് ടെസ്റ്റ്, ഇത് സ്റ്റാൻഡേർഡ്. അയ്യോ, എന്റെ വരകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയി. ഒരു മിനിറ്റ്. ടെസ്റ്റ്, സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് പ്ലേസ് 1 ml ഓഫ് 0.05845% weight by volume solution of sodium chloride. കണ്ടോ, നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, നമ്മൾ 1 ml ഓഫ് 0.05845% വെയിറ്റ് ബൈ വോളിയം, നമ്മളിത് വെയിറ്റ് വെയിറ്റ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് നമ്മൾ എടുക്കുവാണ് ചെയ്യേണ്ടാവുക. ഇത് ഫസ്റ്റ് തിങ്. അതിനുശേഷം നമ്മൾ 10 ml ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഒഴിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡൈല്യൂട്ട് ടു 50 ml വിത്ത് വാട്ടർ. എന്ത് ചെയ്യണം, വിത്ത് വാട്ടർ. ആൻഡ് ആഡ് 1 ml സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കാര്യങ്ങൾ ചെയ്തു, നമ്മൾ ആദ്യം 0.05845% വെയിറ്റ് ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് എടുത്തു. അതിൽ 10 ml ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഒഴിച്ചു. ആൻഡ് 50 ml വെള്ളം ആൻഡ് 1 ml എന്താണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിച്ചു. അപ്പൊ എന്തൊക്കെയാണ് 10 + 50 + 1, അപ്പൊ 50, 60, 61 ml ആകും അവിടെ ടോട്ടൽ. കണ്ടോ? ഓക്കെ, സോ നല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെർ ചെയ്യുക. ഒരു 5 മിനിറ്റ്സോളം നല്ലപോലെ സ്റ്റെർ ചെയ്യുക. അതിനുശേഷം അവിടെ ഒപ്പാലൻസ് ഉണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുക. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചേ. ഓക്കെ, ഇനി ടെസ്റ്റ് ആണ് കേട്ടോ.
നമ്മുടെ കയ്യിൽ സാമ്പിൾ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് അറിയാം നമ്മുടെ സാമ്പിളോട് തന്നിട്ടുണ്ട്, ഇവിടെ സാമ്പിൾ ഉണ്ടായിരിക്കും. സോ സാമ്പിൾ നമ്മൾ എടുക്കുക, അത് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ ആഡ് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ സ്റ്റിർ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, 10 ml ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ഒഴിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിൽ 50 ml വെള്ളം ചേർക്കുക ആൻഡ് 1 ml എന്ത് ചെയ്യുക, നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് നമ്മൾ വീണ്ടും കലക്കുക, ഒപ്പാലസൻസ് നോക്കുക, രണ്ടും കൂടെ കമ്പയർ ചെയ്യുക. എളുപ്പമല്ല, ഒന്നുമില്ല. എന്തൊക്കെ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിയാക്ഷൻ എന്താ പറഞ്ഞത്, സോഡിയം ഉണ്ട്, ക്ലോറൈഡും ഉണ്ട് അവിടെ. അതിന്റെ എന്താണ്, പിന്നെ AgNO3 ആൻഡ് ഗീവ്സ് AgCl പ്ലസ് NaNO3. ഓക്കെ അല്ലടാ, ഇതിൽ വ്യത്യാസമൊന്നുമില്ല, മറന്നു പോകരുത് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്, സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും കൂടെ തമ്മിൽ റിയാക്ഷൻ നടക്കുകയും അങ്ങനെ അവിടെ AgCl ഉണ്ടാവുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ചെയ്തത് 1 ml NaCl എടുത്തു, പിന്നെ 10 ml ഡൈലൂട്ട് നൈട്രിക് ആസിഡ്, 50 ml വെള്ളം ആൻഡ് 1 ml എന്ത് ചെയ്തു, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എടുത്തു. ഓക്കെ, അപ്പുറത്താണെങ്കിൽ സാമ്പിൾ ബാക്കി എല്ലാം സെയിം. ഓക്കെ, ടോട്ടൽ 61 ml വരുന്നു. എന്നിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ലിമിറ്റ് ടെസ്റ്റ് എന്താണ് ഫോളോ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലല്ലോ? ഓക്കെ, apparatus നെസ്ല സിലിണ്ടർ, ഗ്ലാസ് റോഡ്, സ്റ്റാൻഡ്, സോഡിയം ക്ലോറൈഡ്, സിൽവർ നൈട്രേറ്റ്, ഡൈലൂട്ട് നൈട്രിക് ആസിഡ്, സോഡിയം ക്ലോറൈഡ്, AgNO3 gives AgCl plus NaNO3. മനസ്സിലാവാതില്ലോ? ഇത് റിയാക്ഷൻ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ള നമുക്ക് എന്ത് വേണമെങ്കിലും വാരി എഴുതാം, അത് പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി പ്രിൻസിപ്പിൾ പറയാൻ പോവുകയാണെങ്കിൽ, കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ സിൽവർ നൈട്രേറ്റ് ആൻഡ് സോല്യൂബിൾ ക്ലോറൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ഗീവ്സ് ഒപ്പാലസൻസ് ഓഫ് സിൽവർ ക്ലോറൈഡ്. ഞാൻ പറഞ്ഞ സെയിം കാര്യമാണ്, വ്യത്യാസമൊന്നുമില്ല. സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ടെസ്റ്റ് പാസ് ആണോ ഫെയിൽ ആണോ നമ്മൾ നോക്കുന്നു, അത് എളുപ്പമാണ്. പ്രൊസീജിയർ എന്താണ്, 50 ml നെസ്ല സിലിണ്ടർ എടുക്കുക, ഒന്നിൽ ടെസ്റ്റ് ഒന്നിൽ സ്റ്റാൻഡേർഡ് എന്ന് എഴുതി വെക്കുക, വരച്ചു വെക്കുക. ഒന്നിൽ ടെസ്റ്റ് ഒന്നിൽ സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ വരച്ചു വെക്കുക. ഓക്കെ, ടെസ്റ്റിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ രണ്ടും രണ്ട് പ്രൊസീജിയർ ആണ്. സ്റ്റാൻഡേർഡിലാണെങ്കിൽ 0.05845 ബൈ വോളിയം സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. ഇവിടെ ആണെങ്കിൽ നമ്മൾ സാമ്പിൾ ആഡ് ചെയ്യുന്നു. ഇനി രണ്ടിലും 10 ml ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം 50 ml വെള്ളം ആഡ് ചെയ്യുന്നു. 1 ml സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നല്ലപോലെ ഇളക്കുന്നു. രണ്ടിന്റെ എന്ത് ചെയ്യുന്നു നമ്മൾ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ ഒപ്പാലസൻസ്, ഒരു കഞ്ഞിവെള്ളം പോലെ, നമുക്ക് ലൈറ്റ് ഒന്നും അങ്ങനെ കടത്തു വിടാൻ പറ്റുമോ, എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. ഒപ്പാലസൻസ് ഉണ്ടോ നോക്കും, നമ്മൾ ഡേ ലൈറ്റിൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇത് തന്നെയാണ് ടെസ്റ്റും സ്റ്റാൻഡേർഡ് നമ്മൾ ചെയ്യുന്ന രീതി കേട്ടോ. ഇനി നമ്മളത് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് പാസ് ആവുന്നുണ്ടോ ഇല്ലയോ. ഇഫ് ഒപ്പാലസൻ പ്രൊഡ്യൂസ് ഇൻ ദ സാമ്പിൾ സൊല്യൂഷൻ ഇസ് ലെസ് ദാൻ ദി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, ദ സാമ്പിൾ വിൽ പാസ് ദ ലിമിറ്റ് ടെസ്റ്റ് ഫോർ ക്ലോറൈഡ് ആൻഡ് വൈസ് വെർസ. കണ്ടോ, അത് ഒപ്പാലസൻസ് കുറവാണ്, സാമ്പിളിൽ കുറവാണ് ആൻഡ് സ്റ്റാൻഡേർഡിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൽ പാസ്സാവും. ഇവിടെ കണ്ടോ, നമ്മൾ ഒരു ന്യൂമറിക്കൽ വാല്യൂയും പറയുന്നില്ല, പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, കമ്പയർ ചെയ്യുവാണ് ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ കുറവ്, അല്ലെങ്കിൽ കൂടുതൽ, അല്ലെങ്കിൽ പ്രസന്റ്, ഇല്ലെങ്കിൽ ആബ്സെന്റ് എന്നുള്ളതാണ് നമ്മൾ പറയാം. ഓക്കെ അല്ലേ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി റീസൺ പറയുന്നത്, നൈട്രിക് ആസിഡ് is added in the limit test of chloride to make the solution acid and help silver chloride precipitate in the make the solution turbid and the end process. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇതിൽ നൈട്രിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ, ഈ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഒപ്പാലസൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ടെസ്റ്റിനെ ഫാസ്റ്റപ്പൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സിൽവർ ക്ലോറൈഡിനെ സൊല്യൂഷനെ കൂടുതൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയും ടർബിഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുമാണ് ആര് ആഡ് ചെയ്യുന്നത്, നൈട്രിക് ആസിഡ്. സോ ബേസിക്കലി നൈട്രിക് ആസിഡ് ഒരു കാറ്റലിസ്റ്റ് പോലെ, അതായത് ആ ഒരു റിയാക്ഷൻ കൂട്ടിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നൈട്രിക് ആസിഡ് ഡിസോൾവ് അതർ ഇമ്പ്യൂരിറ്റി ആൻഡ് AgCl precipitate insoluble in nitric acid. സോ നൈട്രിക് ആസിഡ് മറ്റുള്ള ഇമ്പ്യൂരിറ്റീസ് വേറെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഈ AgCl precipitate ആവുമല്ലോ, അതിനെ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ, തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി നിർത്തും. ഇപ്പോൾ ബേസിക്കലി നൈട്രിക് ആസിഡ് മറ്റുള്ള ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യുക. അത് മാത്രമല്ല AgCl precipitate insoluble nitric acid. സോ ഇൻസോലബിൾ നൈട്രിക് ആസിഡിൽ precipitate ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അക്കോർഡിംഗ് ടു BP, യൂസ് 1 ml HCl as standard solution and 1 ml 5% silver nitrate solution. സോ ബേസിക്കലി നമ്മൾ BP പ്രകാരം 1 ml
നോർമൽ HCl സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാറുണ്ട്. ആൻഡ് 1 ml 5% സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും എടുക്കാറുണ്ട് എന്നുള്ളതാണ്. സോ ഇത് BP പറഞ്ഞ കാര്യമാണ്. സോ നമുക്ക് റീസൺ എഴുതാൻ നല്ലതാണ്. ഇതൊക്കെ എഴുതിയ അത്യാവശ്യം അധികം നല്ല മാർക്ക് കിട്ടും, കുറച്ചധികം മാർക്ക് കിട്ടും കേട്ടോ. ഇപ്പൊ എളുപ്പം ഒന്നുമില്ല, ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ഈ റിയാക്ഷൻ നോക്കുക, അപ്പോഴത്തേക്കും കുറച്ച് വെള്ളം കുടിക്കുക, അപ്പോഴത്തേക്ക് നമുക്ക് നെക്സ്റ്റ് ടെസ്റ്റ് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് സൾഫേറ്റ് ആണ് കേട്ടോ. സോ ഈ പടം വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചാൽ മതി, ഇത് തന്നെ എളുപ്പമാണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം നല്ല ഐഡിയ കിട്ടും, ഒരു വ്യത്യസ്തങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ലിമിറ്റ് ടെസ്റ്റ് ഫോർ സൾഫേറ്റ്സ് ആണ്. സൾഫേറ്റ്സ് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക, പിന്നെ കാണാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തൊക്കെ വേണം? നെസ്ലെ സിലിണ്ടർ, ഗ്ലാസ് റോഡ് വേണം, സ്റ്റാൻഡ് വേണം. ഓക്കെ, കെമിക്കൽസ് എന്തൊക്കെയായിരിക്കും വേണ്ടി വരിക? കെമിക്കൽസ് ആണെങ്കിൽ ഡൈല്യൂട്ട് HCl മാത്രമാണ് നമുക്കിവിടെ വേണ്ടത്. ഓക്കെ, സോ റിയാക്ഷൻ നമുക്ക് നോക്കിയാലോ. സോ സൾഫേറ്റ് SO4 minus plus BaCl2 gives BaSO4. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അറിയാതുണ്ടോ? നമ്മൾ SO4 മൈനസ്, ഇത് സൾഫേറ്റും ബേരിയം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്യുവാണെങ്കിൽ ബാരിയം സൾഫേറ്റ് ഉണ്ടാവുന്നു, ബാരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നു. ഇതാണ് റിയാക്ഷൻ, വളരെ എളുപ്പമാണ്. ഇനി 0.5 മോളാർ barium chloride. So 1 to 2.1 gram of barium chloride, 2H2O dissolved in distilled water. Okay, സോ ബേസിക്കലി റിയാക്ഷൻസ് ആണ്. ഇതിൽ 0.5 മോളർ ബേരിയം ക്ലോറൈഡ് എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. 1 to 2.1 gram ഓഫ് ബേരിയം ക്ലോറൈഡ്, 2H2O ഡിസോൾവ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ. അങ്ങനെയാണ് 0.5 മോളർ ബേരിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്നത്. അപ്പം സോ ബേസിക്കലി ഇവിടെ ഉണ്ടാക്കുന്ന ബേരിയം ക്ലോറൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കാം. അത് മേ ബി 2 മാർക്കായിരിക്കും ചോദിക്കേണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പറയാം 0.5 മോളർ ബേരിയം ക്ലോറൈഡ് ഉണ്ടാക്കുവാണെങ്കിൽ 1 to 2.1 gram ഓഫ് ബേരിയം ക്ലോറൈഡ്, 2H2O ഡിസോൾവ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ആണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയാം. അതിന് വേണ്ടി പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുക ഇത് റിയാക്ഷൻ ആണ്, അങ്ങനെയൊന്നല്ല. റിയാക്ഷൻ പറയുകയാണെങ്കിൽ എന്താണ്? സൾഫേറ്റും ബേരിയം ക്ലോറൈഡും ബേരിയം സൾഫേറ്റ്, എളുപ്പമാണൊന്നുമില്ല. ഓക്കെ, സോ ബേരിയം സൾഫേറ്റ് റിയേജന്റ്. സോ നമുക്ക് ഇവിടെ എന്താ കാര്യങ്ങൾ ഉണ്ടാക്കി? നമ്മൾ ബേരിയം ക്ലോറൈഡ് 0.5 മോളർ ബേരിയം ക്ലോറൈഡ് ഉണ്ടാക്കി. ഇനി നമുക്ക് വേണ്ടത് ബേരിയം ക്ലോറൈഡ് റിയേജന്റ് വേണം. എന്ത് വേണം? റിയേജന്റ് വേണം. ഓക്കെ, reagent. So 0.5 molar barium chloride in 1000 ml of water. എന്താണ്? 0.5 molar barium chloride in 1000 ml of water. Okay, water. Okay, പ്രിപ്പയർ as follow. നമുക്ക് ഉണ്ടാക്കേണ്ട ബേരിയം സൾഫേറ്റ് റിയേജന്റ് ഉണ്ടാക്കേണ്ടത് 0.5 മോളർ ബേരിയം ക്ലോറൈഡ് 1000 ml വെള്ളത്തിലായിരിക്കണം. ഇങ്ങനെയാണ് കണക്ക് വരിക. അപ്പൊ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് 1000 ml ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 1000 ml ഒന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 15 ml 0.5 മോളാർ ബേരിയം ക്ലോറൈഡ് എടുക്കുക. ഓക്കെ, ഇൻ 55 ml ഓഫ് വെള്ളത്തിൽ 20 മിനിറ്റ് ഒന്ന് ജസ്റ്റ് നല്ലപോലെ സ്റ്റെർ ചെയ്യുക. ഒരു 10 to 20 മിനിറ്റ്സ് നല്ലപോലെ സ്റ്റെർ ചെയ്യുക. അതിനുശേഷം 20 ml സൾഫേറ്റ് ഫ്രീ ആൽക്കഹോൾ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെയാ പറഞ്ഞത്? എന്തൊക്കെ ഞാൻ പറഞ്ഞു? ഇപ്പൊ എനിക്കറിയാം കുറച്ചധികം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. സോ റിയാക്ഷന്റെ പാർട്ട് അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തൊക്കെയാണ് റിയേജന്റ് വേണ്ടത് നമുക്കറിയാം, എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾക്ക് ഓൾറെഡി അറിയേണ്ടത് എന്താണ് 0.5 മോളർ ബേരിയം ക്ലോറൈഡ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞേ? 0.5 മോളാർ ബേരിയം ക്ലോറൈഡ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് എന്താണ്? 1.221 gram ഓഫ് ബേരിയം ക്ലോറൈഡ് ആൻഡ് 2H2O ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഓക്കെ, ഇതാണെന്നറിയാം. പക്ഷെ ഇത് എത്ര ml ആണ്, എങ്ങനെയാണ് നമുക്കറിയില്ല. നമുക്കിനി വേണ്ടത് ബേരിയം ക്ലോറൈഡിന്റെ ഒരു റിയേജന്റ് ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0.5 മോളർ ബേരിയം ക്ലോറൈഡ് 1000 ml വാട്ടറിലാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ 15 ml 0.5 മോളാർ ബേരിയം ക്ലോറൈഡ് എടുക്കുക. അതിലേക്ക് 55 ml വെള്ളം എടുക്കുക.
അതിനുശേഷം 20 ml സൾഫേറ്റ് ഫ്രീ ആൽക്കഹോൾ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്യണം. ഇവിടെയൊക്കെ സ്റ്റിറിങ് ഉണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മൾ നല്ലപോലെ സ്റ്റിർ ചെയ്യും, കാര്യം നല്ലപോലെ മിക്സ് ആവണ്ടേ. ഓക്കെ, സോ മിക്സ് ചെയ്യുക. 20 ml ആൽക്കഹോൾ ആഡ് ചെയ്യുക. അതിനുശേഷം 5 ml 0.0181% വെയ്റ്റ് ബൈ വോളിയം പൊട്ടാസ്യം സൾഫേറ്റ്. എന്താണ്? പൊട്ടാസ്യം സൾഫേറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം 100 ml വെള്ളം ആഡ് ചെയ്യുക. അതിനുശേഷം മിക്സ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ബേരിയം സൾഫേറ്റ് റിയേജന്റ് ഉണ്ടാക്കുന്നത്. എന്തിനാ ബേരിയം സൾഫേറ്റ് റിയേജന്റ് എന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മുടെ റിയാക്ഷൻ നോക്കിയാൽ മതി. സോ റിയാക്ഷൻ എന്താണ്? SO4 മൈനസ് എന്താണ് പ്ലസ് ബേരിയം ക്ലോറൈഡ് ഗീവ്സ് BaSO4. ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് അല്ലേ? ഇവിടെ നമുക്ക് ബേരിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു. 1 gram ഓഫ് ബേരിയം ക്ലോറൈഡ് 2H2O ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ പറഞ്ഞു. ബേരിയം ക്ലോറൈഡ് റിയേജന്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞു. 15 ml എടുക്കുക. ആദ്യം എന്ത് ബേരിയം ക്ലോറൈഡ് ആൻഡ് 50 ml വെള്ളം ആഡ് ചെയ്യുക. ഇത് തമ്മിൽ ആൽക്കഹോൾ ആഡ് ചെയ്യുക. അതിനുശേഷം 5 ml 0.0181 വെയ്റ്റ് ബൈ വോളിയം പൊട്ടാസ്യം സൾഫേറ്റ് ആഡ് ചെയ്യുക. 100 ml H2 ആഡ് ചെയ്യുക. മിക്സ് ചെയ്യുക. ഇതാണ് പരിപാടി. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞുതരാം. പ്രിൻസിപ്പിൾ എനിക്കറിയാം എല്ലാവർക്കും അത്ര ഇൻട്രസ്റ്റിംഗ് ഒന്നും ഉണ്ടാവുന്ന ഭാഗമൊന്നുമല്ല, കുറച്ചധികം പഠിക്കാനുണ്ട്. സോ ലിമിറ്റ് ടെസ്റ്റ് ഓഫ് സൾഫേറ്റ് എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ്? പ്രസിപ്പിറ്റേഷൻ ആണ് നോക്കുന്നത്. എന്തിന്റെ? സൾഫേറ്റ് വിത്ത് ബേരിയം ക്ലോറൈഡ് ആസ് ബേരിയം സൾഫേറ്റ്. കണ്ടോ? സോ BaSO4 ആയിട്ട് എന്താണോ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ ടർബിഡിറ്റി ആണ് നോക്കുക. എന്താ നോക്കുക? ടർബിഡിറ്റി ആണ് നമ്മൾ നോക്കുക. ഓക്കെ, സോ ടെസ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ റിയാക്ഷൻ ഓഫ് സോലബിൾ സൾഫേറ്റ് വിത്ത് ബേരിയം ക്ലോറൈഡ്. നമ്മൾ സോലബിൾ സൾഫേറ്റും ബേരിയം ക്ലോറൈഡും തമ്മിലുള്ള റിയാക്ഷൻ നോക്കിയിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് HCl ആണ്. HClന്റെ പ്രസൻസ് നമ്മൾ നോക്കും. അങ്ങനെ ടു ഫോം ബേരിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നു. അത് ടർബിഡിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുക എളുപ്പമാണ്. സോ ഇവിടെ നമുക്ക് സെയിം തന്നെയാണ് പ്രൊസീജിയർ വരിക. നെസ്ല സിലിണ്ടർ എടുക്കുക, ടെസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അതിലേക്ക് 1 ml പൊട്ടാസ്യം സൾഫേറ്റ് 1 ml പൊട്ടാസ്യം സൾഫേറ്റ് ആഡ് ചെയ്യുക. ആൻഡ് 2 ml HCl ആഡ് ചെയ്യുക. 45 ml വെള്ളം ആഡ് ചെയ്യുക. 5 ml ബേരിയം സൾഫേറ്റ് റിയേജന്റ് ആഡ് ചെയ്യുക. കണ്ടോ? ഇവിടെ ആ റിയേജന്റ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ച ഉപയോഗം കേട്ടോ. അപ്പൊ നിങ്ങളിപ്പം റിയേജന്റ് ഉണ്ടാക്കാൻ എഴുതിയില്ല, കുഴപ്പമില്ല, മാർക്ക് കിട്ടായിക്കൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി റിയേജന്റ് എന്തെന്നും മനസ്സിലാക്കി വെക്കണം. നല്ലപോലെ ഇത് ചെയ്യുക, മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒപ്പറൻസ് നോക്കുക. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ എന്താ 1 ml പൊട്ടാസ്യം സൾഫേറ്റ്. ഞാനിത് സ്റ്റാൻഡേർഡ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് എങ്ങനെ ഉണ്ടാക്കണം? 1 ml പൊട്ടാസ്യം സൾഫേറ്റ്, 2 ml HCl ആൻഡ് 45 ml ഓഫ് H2O വെള്ളം ആൻഡ് 5 ml ബേരിയം സൾഫേറ്റ് റിയേജന്റ് നല്ലപോലെ ചെറിയ ഒപ്പാലസൻസ് വരും. ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സാമ്പിൾ ആഡ് ചെയ്യും. അതിനുശേഷം 2 ml HCl വെള്ളം നമ്മൾ ആഡ് ചെയ്യും കേട്ടോ. വെള്ളം നമ്മൾ ആഡ് ചെയ്യും. 2 ml HCl 45 ml വെള്ളം നല്ലപോലെ മിക്സ് ചെയ്യുന്നു. നമ്മൾ കമ്പയർ ചെയ്യുന്നു. എളുപ്പമല്ലേ? എളുപ്പമാണ്, ഒന്നുമില്ല. ഒബ്സർവേഷൻ നമ്മൾ ടർബിഡിറ്റി നോക്കുമ്പോൾ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം കുറവ് നോക്കുന്നു. ബാക്കി റീസൺസ് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റ് നോക്കും പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ് കുളമാക്കിയിട്ടില്ല, എല്ലാം ഓക്കെ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെസ്ല സിലിണ്ടർ വേണം, ഗ്ലാസ് റോഡ് വേണം, സ്റ്റാൻഡ് വേണം, ഡൈലൂട്ട് HCl വേണം. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്യുന്നുണ്ട്. HClയുടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൊസീജിയർ എങ്ങനെയാണ്? SO4 മൈനസ് പ്ലസ് BaCl2 ഗീവ്സ് BaSO4. ഓക്കെ, ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഈ ബേരിയം ക്ലോറൈഡ് 0.5 ml ബേരിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ 1 to 2.1 ഗ്രാമോ ബേരിയം ക്ലോറൈഡ് 2H2O ഡിസോൾവ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ. ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ പഠിക്കണം. ഇപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ബേരിയം സൾഫേറ്റ് റിയേജന്റ് എങ്ങനെ ഉണ്ടാക്കാം? 0.5 ml ബേരിയം ക്ലോറൈഡ് 1000 ml വെള്ളത്തിൽ നന്നായിട്ട് കലക്കുക. അതിനുശേഷം 15 ml 0.5 മോളർ ബേരിയം ക്ലോറൈഡ് കലക്കുക. 55 ml വെള്ളം കലക്കുക. 20 ml സൾഫേറ്റ് ഫ്രീ ആൽക്കഹോൾ കലക്കുക. ഓക്കെ അല്ലേ? ഇതിൽ ആർക്കും വ്യത്യാസമില്ലല്ലോ, അറിയാമല്ലോ, കറക്റ്റ് ആണ്. ഇനി 5 ml 0.0181% വെയ്റ്റ് ബൈ വോളിയം പൊട്ടാസ്യം സൾഫേറ്റ് ആഡ് ചെയ്യുക. 100 ml വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. എനിക്കറിയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, റിയാക്ഷൻ പറയുന്നത് പോലെ അല്ല ഈ ഒരു റിയേജന്റ് ഉണ്ടാക്കുന്നത്.
രണ്ടും രണ്ടാണ്. ഇനി പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ ദ ലിമിറ്റ് ടെസ്റ്റ് ഓഫ് സൾഫേറ്റ് ഡിപ്പെൻഡ് ഓൺ ദ precipitation ഓഫ് സൾഫേറ്റ് വിത്ത് ബേരിയം ക്ലോറൈഡ് ആസ് ബേരിയം സൾഫേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ട്രേസ് ഓഫ് ബേരിയം സൾഫേറ്റ്. കണ്ടോ, ഈ റിയാക്ഷൻ തന്നെയാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, the test is based on reaction of soluble sulfate with barium chloride in the presence of dilute HCl in the form barium sulfate, which appears a salt particle in the solution. So turbidity കാണുവാണ്, റിയാക്ഷന്റെ എൻഡ് പോയിന്റ് turbidity കിട്ടുക എന്നുള്ളത് തന്നെയാണ് പ്രൊസീജിയർ. നമ്മൾ ടെസ്റ്റ് സ്റ്റാൻഡേർഡ് വെക്കുക. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 1 ml പൊട്ടാസ്യം സൾഫേറ്റ് എടുക്കുക. ഈ വാല്യൂ ഒന്നും ഞാൻ ഇപ്പോൾ പറയില്ല കേട്ടോ. 2 ml ഡൈലൂട്ട് HCl, 45 ml വെള്ളം, 5 ml ബേരിയം സൾഫേറ്റ് റിയേജന്റ് നല്ലപോലെ ഇളക്കുക ആൻഡ് ഒപ്പാലസൻസ് നോക്കുക. ടെസ്റ്റ് ആണെങ്കിലോ നമ്മൾ സ്പെസിഫിക് ക്വാണ്ടിറ്റി എടുക്കുക. സാധനം നമ്മുടെ സാമ്പിൾ ഉണ്ടായിരിക്കും, നെസ്ല സിലിണ്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, വെള്ളം ആഡ് ചെയ്യുക, 2 ml ഡൈലൂട്ട് HCl, 45 ml വെള്ളം, 5 ml ബേരിയം സൾഫേറ്റ് റിയേജന്റ് നല്ലപോലെ ഇളക്കുക ആൻഡ് കമ്പയർ ചെയ്യുക. ഇതിലും വ്യത്യാസം അല്ലെങ്കിൽ മനസ്സിലാവുക ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒബ്സർവ് ചെയ്യുക എന്താണ്, നമ്മൾ ടർബിഡിറ്റി ഉണ്ടോ ഇല്ലയോ നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുവാണ് ചെയ്യുക. സോ ടർബിഡിറ്റി കിട്ടുന്നത് നമ്മൾ എന്താണ് ബേസിക്കലി സൾഫേറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി പാസ് ആണോ ഫെയിൽ ആണോ നമ്മൾ എഴുതുവാണ് ചെയ്യുക. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ സൊല്യൂഷൻ അസിഡിക് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി പൊട്ടാസ്യം സൾഫേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഈസ് യൂസ് ടു ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ടെസ്റ്റ് ബൈ ഗിവിംഗ് അയോണിക് കോൺസെൻട്രേഷൻ ഇൻ ദ റിയേജന്റ്. സോ നമ്മൾ പൊട്ടാസ്യം സൾഫേറ്റ് ആഡ് ചെയ്യുന്നതാണ് സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൽക്കഹോൾ ആഡ് ചെയ്യുന്നത് സൂപ്പർ സാച്ചുറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്നോട് ഇപ്പം പഠിക്കാൻ പറയുവാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ അസിഡിക് ആക്കാനാണ് എനിക്ക് ഓർമ്മ നിൽക്കും. പൊട്ടാസ് സൾഫേറ്റ് ആണെങ്കിൽ സെൻസിറ്റിവിറ്റി കൂട്ടാനാണെന്ന് ഓർമ്മ നിൽക്കും. പക്ഷെ അയോണിക് കോൺസെൻട്രേഷൻ കാരണമാണ്, അല്ലെങ്കിൽ അത് അയോണിക് കോൺസെൻട്രേഷൻ കൂട്ടുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധമാണ് എന്നുള്ളത് എനിക്ക് ഓർമ്മ നിൽക്കണം എന്നില്ല. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത് സെൻസിറ്റിവിറ്റി എന്തെങ്കിലും പഠിച്ചു വെക്കുക. ആൻഡ് ആൽക്കഹോൾ എന്താണ് സൂപ്പർ സാച്ചുറേഷൻ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് വെക്കുക. എളുപ്പമാണ്, പടം വരയ്ക്കാൻ പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ്സ് ബീൻ ലൈക്ക് 46 minutes. കുറച്ച് വെള്ളം വേണമെങ്കിൽ കുടിച്ചോളൂ. ഇനി അങ്ങോട്ട് വെള്ളം കുടിക്കാനുള്ളതാണ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ലിമിറ്റ് ടെസ്റ്റ് ഫോർ അയൺ ആണ് കേട്ടോ. ലിമിറ്റ് ടെസ്റ്റ് ഫോർ അയൺ. സോ ഇത് അത്ര വലിയ എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. കുറച്ചൊരു കൺഫ്യൂസിങ് വരും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ച് എളുപ്പം പഠിച്ചെടുക്കാനായിട്ട് പറ്റും. സോ വേണ്ടതെല്ലാം നെസ്ലെസ് സിലിണ്ടറും ഗ്ലാസ് റോഡും സ്റ്റാൻഡും ഒക്കെ തന്നെയാണ്. നമുക്ക് ഫോർമുല ജസ്റ്റ് നോക്കാം, റിയാക്ഷൻ നമുക്ക് നോക്കാം. 2SHCH2COOH plus Fe3 plus in citric acid. In citric acid gives ferric thioglycolate and purple complex. ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ തയോഗ്ലൈക്കോളിക് ആസിഡും പിന്നെ ഫെറിക് ക്ലോറൈഡും സിട്രിക് ആസിഡിന്റെ പ്രസൻസിൽ ആൽക്കലൈൻ മീഡിയത്തിൽ ഫെറിക് തയോഗ്ലൈക്കോലേറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. ഈ ഫെറിക് തയോഗ്ലൈക്കോലേറ്റ് ഒരു പേർപ്പിൾ കളർ പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പേർപ്പിൾ കളർ. ആൻഡ് ദിസ് ഈസ് ദ നമ്മൾ പാസ് ആണോ ഫെയിൽ ആണോ നമ്മൾ നോക്കുവാണ് ചെയ്യുക. ഓക്കെ, എളുപ്പമാണൊന്നുമില്ല. ആൻഡ് കെമിക്കൽ റിക്വയർഡ്. സോ എന്തൊക്കെ കെമിക്കൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? സോ ഫസ്റ്റ് വൺ ഈ സ്റ്റാൻഡേർഡ് അയൺ സൊല്യൂഷൻ വേണം. സ്റ്റാൻഡേർഡ് അയൺ സൊല്യൂഷൻ വേണം. ഇത് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഫെറിക് അമോണിയം സൾഫേറ്റ് 10 ml 0.1 നോർമൽ സൾഫ്യൂരിക് ആസിഡിലേക്ക് ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഉണ്ടാക്കി 1000 ml ആക്കി എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഒന്നും കൂടെ പറയാം. നമുക്ക് എന്താ വേണ്ടത്? റിയേജന്റുകളിലും അല്ലെങ്കിൽ കെമിക്കൽസും റെക്കോർഡ് ആവശ്യമാണ്. അതിൽ ഫസ്റ്റ് വൺ ഈ സ്റ്റാൻഡേർഡ് അയൺ സൊല്യൂഷൻ ആവശ്യമാണ്. അവിടെ നമ്മൾ ഫെറിക് അമോണിയം സൾഫേറ്റും 10 ml 0.1 നോർമൽ H2SO4 പ്ലസ് H2 1000 ml മേക്കപ്പ് എടുക്കുകയാണ് ചെയ്യേണ്ടാവുക. സോ നമുക്ക് പിന്നെ നെക്സ്റ്റ് വേണ്ടത് സൾഫ്യൂരിക് ആസിഡ് വേണം. അത് 10 ml ആണ് നമുക്ക് വേണ്ടത്, H2SO4. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അയൺ ഫ്രീ സിട്രിക് ആസിഡ് വേണം. 2 ml ആണ്. സോ നമ്മളിവിടെ സിട്രിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് തയോഗ്ലൈക്കോളിക് ആസിഡ് വേണം. ഇത് 0.1 മോളാർ വേണം. ആൻഡ് അയൺ ഫ്രീ അമോണിയ സൊല്യൂഷനും വേണം. അത് 20 ml വേണം. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. സോ ഫസ്റ്റ് വൺ ഈസ് അയൺ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമുക്ക് വേണം. പിന്നെ അയൺ ഫ്രീ സിട്രിക് ആസിഡ്, തയോഗ്ലൈക്കോളിക് ആസിഡ് ആൻഡ് അയൺ ഫ്രീ അമോണിയ ആണ്.
സോ ഇനി അങ്ങോട്ടുള്ള ഞാൻ ഇത് വായിച്ച് പറഞ്ഞു പോവാം. ബിക്കോസ് എഴുതി പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്കും കൺഫ്യൂഷനും ബോറടിക്കും, എനിക്കും കൺഫ്യൂഷൻ ബോറടിക്കും. സോ ദ ടെസ്റ്റ് ബേസ് ചെയ്യുന്നത് എന്താണ്? Reaction of iron in ammonia solution with thioglycolic acid in a solution buffered with ammonium citrate ether, which forms a pink to deep reddish purple color complex of iron thioglycolate. നേരത്തെ പറഞ്ഞ സെയിം റിയാക്ഷൻ തന്നെയാണ് അവിടെ പേർപ്പിൾ കോംപ്ലക്സ് ഫോം ചെയ്യുവാണ് ചെയ്യുക അയൺ തയോഗ്ലൈക്കോലേറ്റിന്റെ. ദ കളർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സ്പെസിഫിക് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം ടെസ്റ്റ് ഈസ് കമ്പയർഡ് ബൈ വ്യൂവിംഗ് വെർട്ടിക്കലി വിത്ത് സ്റ്റാൻഡേർഡ്. നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മൾ പേർപ്പിൾ കളർ എത്രത്തോളം ഉണ്ട് ഇല്ല നമ്മൾ അറിയുന്ന കേട്ടോ. ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ പ്രൊസീജിയർ സെയിം തന്നെയാണ്. ടെസ്റ്റും സ്റ്റാൻഡേർഡ് ഒടിച്ചു വെക്കാം. സ്റ്റാൻഡേർഡില് 2 ml സ്റ്റാൻഡേർഡ് അയൺ സൊല്യൂഷൻ വിത്ത് 20 ml വാട്ടർ ഇൻ നെസ്ലെ സിലിണ്ടർ. നെസ്ലെ സിലിണ്ടർ വരയ്ക്കുക. അതിന് നമ്മൾ എന്താ വേണ്ടത്? 2 ml അയൺ സൊല്യൂഷൻ, 2 ml അയൺ സൊല്യൂഷനും പ്ലസ് 20 ml വാട്ടറും നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, അതിലേക്ക് 2 ml അയൺ ഫ്രീ സിട്രിക് ആസിഡ്. സോ 2 ml എന്താണ്? സിട്രിക് ആസിഡ്. ഓക്കെ, of thioglycolic acid and mix. So iron free citric acid പിന്നെ 0.1 ml of thioglycolic acid കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് എന്നിട്ട് എന്ത് ചെയ്യുക? 50 ml വെള്ളം ആഡ് ചെയ്യുക. നമുക്ക് ഉടനെ കാണാനായിട്ട് പറ്റും. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക്? ഫസ്റ്റ് വൺ is 2 ml standard of iron solution with 20 ml of water, 2 ml of 20% weight by volume solution of iron free citric acid and 0.1 ml thioglycolic acid വേണം. എന്നിട്ട് എന്ത് ചെയ്യുക? ആൽക്കലൈൻ വിത്ത് ഫ്രീ അമോണിയം സൊല്യൂഷൻ. സോ നമ്മൾ സിട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് നമ്മൾ ആ ഒരു ആൽക്കലൈൻ മീഡിയം ആക്കി എടുക്കുന്നുണ്ട്. സോ അത് എങ്ങനെയാണ്? അമോണിയം സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടാണ് 50 ml വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് കളർ നോക്കുക. സോ ടെസ്റ്റ് ആണെങ്കിൽ അറിയാമല്ലോ, സാധനം ആഡ് ചെയ്യുക, ബാക്കി എല്ലാം സെയിം തന്നെയാണ്, വ്യത്യാസമില്ല. സോ നമ്മൾ എയർലിയർ അമോണിയം തയോഗ്ലൈക്കൈഡ് റിയേജന്റ് വാസ് യൂസ്ഡ് ഫോർ ദ ലിമിറ്റ് ടെസ്റ്റ് ഓഫ് അയൺ. പണ്ട് കാലങ്ങളിൽ അമോണിയം തയോസൈനേറ്റ് ആണ് നമ്മൾ റിയേജന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ തയോഗ്ലൈക്കോളിക് ആസിഡ് പക്ഷെ കുറച്ചും കൂടെ സെൻസിറ്റീവ് റിയേജന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അമോണിയം തയോസൈനേറ്റിനെ നമ്മൾ ഇപ്പൊ റിപ്ലേസ് ചെയ്ത് തയോഗ്ലൈക്കോളിക് ആസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് എളുപ്പമാണ്, ഒന്നുമില്ല. അയൺ എന്ന് വെച്ചാൽ അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം വെച്ചാൽ അവിടെ എന്താണ്? സിട്രിക് ആസിഡ് തയോഗ്ലൈക്കോളിക് ആസിഡ് മാത്രം മതി. പിന്നെ അയൺ ഫ്രീ അമോണിയം സൊല്യൂഷൻ മാത്രം ആ ഒരു ആൽക്കലൈൻ മീഡിയം ഉണ്ടാക്കാൻ വേണ്ടി. ബാക്കി എല്ലാം എളുപ്പമാണ്. പിന്നെ പേർപ്പിൾ കളർ ഉണ്ടാവുന്നു. അപ്പം ആ ഒരു രീതിയിൽ പഠിച്ച് പോകുന്നതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പമുണ്ടായിരിക്കാം. സോ ഒബ്സർവേഷൻ ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയാം. സോ സിട്രിക് ആസിഡ് എന്ന് വെച്ചാൽ precipitation of iron by ammonia by forming a complex with it. സോ ബേസിക്കലി അയണും അമോണിയം തമ്മിൽ ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് precipitate ചെയ്യാതിരിക്കാൻ വേണ്ടി സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. തയോഗ്ലൈക്കോളിക് ആസിഡ് ആണെങ്കിൽ എന്താണ്? റെഡ്യൂസ് ആൻഡ് ദെൻ ഓക്സിഡൈസ് അയൺ 2 to അയൺ 3. അയൺ 2നെ 3ലേക്ക് ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല കളേർഡ് കോംപ്ലക്സ് ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് അമോണിയ ഈസ് യൂസ് ടു മേക്ക് ദ സൊല്യൂഷൻ ആൽക്കലൈൻ. അമോണിയ നമുക്ക് സൊല്യൂഷൻ ആൽക്കലൈൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. തയോഗ്ലൈക്കോളിക് ചിലപ്പോൾ ചോദിക്കാം തയോഗ്ലൈക്കോളിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പറയാം അയൺ 2നെ 3 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് ആൻഡ് ദെൻ ഓക്സിഡൈസ് അയൺ 2 to 3 ആണെന്നുള്ളത് പറയുക. എളുപ്പമാണ്, ഒന്നുമില്ല. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ആഴ്സനിക് ആണ്. ലിമിറ്റ് ടെസ്റ്റ് ഫോർ ആഴ്സനിക്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. ഇതിനകത്ത് നമുക്കൊരു അപ്പാരറ്റസ് വരച്ച് പഠിക്കാനുണ്ട് കേട്ടോ. സോ ആ അപ്പാരറ്റസ് നമുക്ക് വരയ്ക്കാനുള്ള സ്പേസ് അങ്ങോട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എളുപ്പം നിങ്ങൾക്ക് വരച്ച് പറഞ്ഞുതരാം. സോ ഇത് നമുക്കൊരു ആദ്യം നിങ്ങളൊരു സ്ക്വയർ ബോക്സ് വരയ്ക്കാം. ആദ്യം നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കാം. അതിനകത്ത് നമ്മളൊരു 2 diameter ഹോള് കൊടുക്കുന്നുണ്ട്. എന്താണ്? 2 millimeter ആണ്. 2 millimeter ഡയാമീറ്റർ ഹോൾ. ഓക്കെ, ഹോൾ കൊടുക്കുന്നത് നിർബന്ധമാണ്. വരച്ച് പഠിച്ചേ പറ്റൂ. ബേസിക്കലി എൻ്റെ കോളേജിലൊക്കെ ആദ്യം പടം വരയ്ക്കാൻ പഠിപ്പിക്കുക, എന്നിട്ട് ബാക്കി പഠിപ്പിക്കുകയുള്ളൂ. അതിനുശേഷം ഇവിടെ നിന്നൊരു കുഞ്ഞ് ഒരു സ്പേസ് പോലെ വരുന്നുണ്ട്. അതിനുശേഷമാണ് മേജർ പാർട്ട്, ഒരു ട്യൂബ്. ഓക്കെ, ഈ ട്യൂബിലാണെങ്കിൽ ലെഡ് അസറ്റേറ്റ് കോട്ടൺ ഉണ്ട്. ലെഡ് അസറ്റേറ്റ് കോട്ടൺ ഉണ്ട്. സോ അവിടെ 6.5 millimeter ഇന്റേണൽ ഡയാമീറ്റർ. ആക്ച്വലി ഈ ഡയാമീറ്റേഴ്സിന്റെ കണക്ക് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പടം വരയ്ക്കാൻ പഠിക്കാം കേട്ടോ. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ അതിനുശേഷം ഈ 2 സാധനം, ഇതെല്ലാരും തെറ്റിക്കുന്ന സാധനം കേട്ടോ. അത് വരയ്ക്കാൻ ഭയങ്കര പാടാണ്. ഒരു ക്ലാമ്പാണ്.
ഓക്കെ. സോ വിച്ച് ഈസ് കോൾഡ് ക്ലിപ്പോ ക്ലാമ്പോ എന്തെങ്കിലും പറയും. പിന്നെ ഇവിടെ ഒരു റബ്ബർ ബങ്സ് ഉണ്ട്, റബ്ബർ ബങ്സ്. പിന്നെ ഇതിനിടയിൽ മെർക്കുറി ഉണ്ട്, മെർക്കുറിക് ക്ലോറൈഡ് പേപ്പർ. ഓക്കെ, ഈ മെർക്കുറി ക്ലോറൈഡ് പേപ്പർ ഉണ്ട്, ഒരു റബ്ബർ ബങ്കർ. ഈ റബ്ബർ ബങ്കർ ആക്ച്വലി മെർക്കുറി ക്ലോറൈഡ് പേപ്പറിനെ ഹോൾഡ് ചെയ്ത് നിർത്തുവാണ് ചെയ്യുക. ക്ലിപ്പ് ഈ 2 റബ്ബർ ബങ്കറിനെ ഹോൾഡ് ചെയ്ത് നിർത്തുവാണ് ചെയ്യുന്നത്. ഒരു ട്യൂബ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ലെഡ് അസറ്റേറ്റിന്റെ ഒരു കോട്ടൺ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കുറച്ച് സൊല്യൂഷൻസ് നമ്മുടെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത്രയാണ് ഇത്. ഈ ഒരു പഠനം ഇത്രയും പഠിച്ചേ പറ്റൂ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്കിത് ഒരുപാട് ആഴ്സനിക് എടുത്ത് ചോദിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. സോ ദ ടെസ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ കൺവേർഷൻ ഓഫ് ആഴ്സനിക് present in the sample to arsenic gas in the presence of reducing agent. So ആഴ്സനിക്കിനെ, അതായത് ആഴ്സനിക് ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഴ്സനിക് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് ഒരു റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബേസിക് പ്രിൻസിപ്പൽ. ആഴ്സനിക് ഗ്യാസ് റിയാക്ട് വിത്ത് മെർക്കുറി ക്ലോറൈഡ് പേപ്പർ പ്രൊഡ്യൂസിങ് എ യെല്ലോ സ്റ്റെയിൻ. അതിനുശേഷം മെർക്കുറി ക്ലോറൈഡ് പേപ്പറുമായിട്ട് വന്നിട്ട് ഒരു യെല്ലോ സ്റ്റെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദ ഡെപ്ത് ഓഫ് യെല്ലോ സ്റ്റെയിൻ ഈസ് പ്രൊപ്പോർഷൻ ദ എമൗണ്ട് ഓഫ് ആഴ്സനിക് പെർസെന്റ്. അതിനകത്ത് എത്രയാണോ അതിൽ ഈ കളർ ഉണ്ടാവുക, യെല്ലോ സ്റ്റെയിൻ ഉണ്ടാവുക, അതനുസരിച്ച് നമ്മൾ എന്ത് പറയുന്നു, ആഴ്സനിക് എത്രയുണ്ട് നമ്മൾ പറയുവാണ് ചെയ്യുക. ഈ ഒരു ടെസ്റ്റിനാണ് നമ്മൾ എന്താ പറയാ, ഗെറ്റ്സിയ ടെസ്റ്റ് എന്ന് നമ്മൾ പറയാം കേട്ടോ. സോ ഗെറ്റ്സിയ ടെസ്റ്റ് അല്ലെങ്കിൽ ഗെസറ്റ് ടെസ്റ്റ് എന്ന് പറയാറുണ്ട്, ഗെസി ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. പ്രൊനൗൺസിയേഷൻ നിങ്ങൾ എങ്ങനെ വെച്ചാൽ പഠിച്ചോളൂ. എനിക്കിതിൽ ഗെറ്റ്സിയ ടെസ്റ്റ് എന്ന് പറഞ്ഞാണ് നമുക്ക് പണ്ട് മുതലേ പഠിപ്പിച്ചത്, അപ്പൊ അങ്ങനെ പറയുന്നത്. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ നിന്നിട്ട് ആഴ്സനിക് ആസിഡ് ഉണ്ട്, അത് ആഴ്സനിക് ഗ്യാസ് ആയിട്ട് പോകുന്നു. ഇത് ഇവിടെ നിന്നിട്ട് മെർക്കുറി പേപ്പറിന് കളർ കൊടുക്കുകയാണ് ചെയ്യുക. ഇതാണ് എന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആഴ്സനിക് ലിമിറ്റ് ടെസ്റ്റ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ഈ ടെസ്റ്റ് നമ്മൾ എന്താ പറയാ, ഗെറ്റ്സ് ടെസ്റ്റ് എന്ന് പറയാം. സോ വൈഡ് മൗത്ത് ഗ്ലാസ് ബോട്ടിൽ ഉണ്ട്, റബ്ബർ ബങ്ക് ഉണ്ട്, ഗ്ലാസ് ട്യൂബ് ഉണ്ട്, റബ്ബർ ബങ്സ് 2 അപ്പുറം ഉണ്ട്, പിന്നെ അത് ഹോൾഡ് ചെയ്യാൻ ഒരു ക്ലിപ്പ് ഉണ്ട്, ആൻഡ് മെർക്കുറി ക്ലോറൈഡ് പേപ്പർ ഉണ്ട്. അത് സ്മൂത്ത് വൈറ്റ് പേപ്പർ ആണ്. സോ നമ്മൾ HgCl2 സൊല്യൂഷനിൽ നമ്മൾ സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് എക്സസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുവാണ് ചെയ്യുക, അതിന് ഡ്രൈ ചെയ്യുവാണ് ചെയ്യുക. എത്ര? 60 ഡിഗ്രി സെൽഷ്യസിൽ. ആക്ച്വലി ഈ അപ്പാരറ്റസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഏത് രീതിയിലാണ്, ആ പടം നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി അപ്പാരറ്റസ് റിക്വയർഡ് നിങ്ങൾ പഠിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പടം വരയ്ക്കാൻ പഠിപ്പിച്ചത്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നുണ്ടോ? ഇനി കെമിക്കൽസ് എന്തൊക്കെയാണ് വേണ്ടത്? ലെഡ് അസിഡ് സൊല്യൂഷൻ നമുക്ക് വേണം, പൊട്ടാസ്യം അയഡ് 10 ഗ്രാം, സിങ്ക് 10 ഗ്രാം, സ്റ്റെയിനിയസ് ക്ലോറൈഡ് 5 ml, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവശ്യത്തിന്, ആൻഡ് ഡൈലൂട്ട് ആഴ്സനിക് സ്റ്റാൻഡ് സൊല്യൂഷൻ വേണം, ആൻഡ് ടേക്ക് സാമ്പിൾ പേപ്പർ. സോ നമുക്ക് സാമ്പിൾ പേപ്പർ അറിയാമല്ലോ, നമ്മൾ പ്രിപ്പയർ ബൈ ഡിസോൾവിംഗ് സ്പെസിഫിക് എമൗണ്ട് ഓഫ് സാമ്പിൾ ഇൻ വാട്ടർ ആൻഡ് അസിഡിഫൈങ് വിത്ത് HCl. സോ നമ്മൾ ടെസ്റ്റ് സാമ്പിൾ സൊല്യൂഷനും കൂടെ നമ്മൾ എടുത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, സോ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സോ കെമിക്കൽസ് നോക്കുക, ലെഡ് അസിഡ് സൊല്യൂഷൻ, പൊട്ടാസ്യം അയഡൈഡ്, സിങ്ക്, സ്റ്റെയിനിയസ് ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈലൂട്ട് ആഴ്സനിക് സ്റ്റാൻഡ് സൊല്യൂഷൻ. ഇത് നമ്മൾ ഇന്ത്യൻ ഫാർമക്കോപ്പി നോക്കിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് ടെസ്റ്റ് സാമ്പിൾ സൊല്യൂഷനും ആവശ്യമാണ്. ഓക്കെ, ഇത്രയും കാണാതെ പഠിക്കുക. കാണാതെയോ എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കാം. അതിന് കെമിക്കൽ റിയാക്ഷൻ പറയുവാണെങ്കിൽ റിഡക്ഷൻ ഓഫ് ആഴ്സനിക് ആസിഡ് ടു ആഴ്സീനിയസ് ആസിഡ്. സോ നമ്മൾ ആഴ്സനിക് ആസിഡ് നമ്മൾ ആഴ്സീനിയസ് ആസിഡ് ആയിട്ട് മാറണം. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ്. ഇത്രയും പറഞ്ഞൊന്നും വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളല്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറിയും തിരിച്ചു എഴുതാം. ഓക്കെ, സോ കെമിക്കൽ റിയാക്ഷൻ ആ പറയുന്നത് റിഡക്ഷൻ ഓഫ് ആഴ്സനിക് ആസിഡ് ടു ആഴ്സീനിയസ് ആസിഡ്. അതാണ് H3SO4 and H2SNO2 gives H2ASO3 plus H2SNO3. ഓക്കെ, ഇനി നമുക്ക് ആഴ്സനിക് ആസിഡ് വന്നു. ഇനി എന്ത് വേണം? ആഴ്സനിക് ഗ്യാസ് വേണം അല്ലെ? അവിടെ എന്താ ചെയ്യുക? H3ASO3 plus 3H2 gives ASH3 plus CH2O. Arsen react with the mercury chloride paper to produce yellow stain. അപ്പൊ പ്രിൻസിപ്പിൾ പഠിച്ചു. ആ പ്രിൻസിപ്പിൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്ത് ഫോർമുലയും കൂടെ കയറ്റി വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ യെല്ലോ സ്റ്റെയിൻ കിട്ടുവാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ ആഴ്സനിക് കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ആഴ്സനിക് ആസിഡ് കൺവേർട്ട് ചെയ്ത് ആഴ്സനിക് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, മെർക്കുറി ക്ലോറൈഡ് പേപ്പർ ഉണ്ട്, യെല്ലോ സ്റ്റെയിൻ കിട്ടുന്നു. സോ ഇതിന്റെ പ്രൊപ്പോർഷൻസ് വെച്ച് നമ്മൾ പറയുന്നു ഇറ്റ്സ് കോൾഡ് ഗെറ്റ്സൻ ടെസ്റ്റ്.
ഓക്കെ, ആഴ്സനിക് ലിമിറ്റ് അപ്പാരറ്റസ് എന്താ ഞാൻ പറഞ്ഞു, ഞാൻ കൂടുതൽ പറയുന്നില്ല. കെമിക്കൽസ് ലെഡ് സ്റ്റേറ്റ്, പൊട്ടാസ്യം അയഡ്, സിങ്ക്, സ്ട്രെയിനസ് ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡും പിന്നെ ആഴ്സനിക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വേണം ഫാർമക്കോപ്പി നോക്കി. ടെസ്റ്റ് സാമ്പിൾ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ സാമ്പിൾ ഉണ്ടായിരിക്കും, അത് വെള്ളവും അസിഡിഫൈഡ് വിത്ത് HCl-ഉമാണ്. ഓക്കെ, സോ കെമിക്കൽ റിയാക്ഷൻ ആദ്യം ആഴ്സനിക് ആസിഡ് ആഴ്സീനസ് ആസിഡ് ആവുന്നു, പിന്നെ ആഴ്സനിക് ഗ്യാസ് ആഴ്സീനസ് ആസിഡ് ആവുന്നു, ആഴ്സീനസ് ആസിഡ് നിന്ന് ആഴ്സനിക് ഗ്യാസ് വരുന്നു ആൻഡ് യെല്ലോ സ്റ്റെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുക. സോ ഇതാണ് ആ പടം, നല്ല ഭംഗിയുള്ള പടം. ഞാൻ വരച്ച പടമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ഞാൻ സ്റ്റാൻഡേർഡ് പറയാം. 50 ml ആഴ്സനിക് ലിമിറ്റ് ടെസ്റ്റ് അപ്പാരറ്റസ് ലേബിൾ സ്റ്റാൻഡേർഡ്. സോ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്ക് 2 എണ്ണം വേണം, നമുക്ക് ഒരെണ്ണത്തിന് ചെയ്യാൻ പറ്റില്ല, 2 സാധനങ്ങൾ ഇതുപോലെ വേണം. ഒന്നിന് ടെസ്റ്റുള്ള സ്റ്റാൻഡേർഡ് വെക്കുക. 1 gram പൊട്ടാസ്യം അയഡൈഡ്, 5 ml സ്ട്രീനം ക്ലോറൈഡ്, 10 gram സിങ്ക്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ പ്ലേസ് എ നോൺ എമൗണ്ട് ഓഫ് ഡൈലൂട്ട് ആഴ്സനിക് സൊല്യൂഷൻ ഇൻ ദ വൈഡ് മൗത്ത് ബോട്ടിൽ. സോ നമുക്ക് അറിയുന്ന ഇപ്പൊ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ നമുക്ക് ബേസിക്കലി ഇന്ത്യൻ ഫാർമക്കോപ്പി അനുസരിച്ച് നമുക്കൊരു വാല്യൂ അറിയാം. ആ വാല്യൂ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആഴ്സനിക് സൊല്യൂഷൻ വെക്കുക. അതിനകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യുക, നമ്മൾ പൊട്ടാസ്യം അയഡൈഡും സ്ട്രെയിനിയസും സിങ്കും ഒക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് മെർക്കുറി ക്ലോറൈഡ് പേപ്പർ വെക്കുക, ഒരു 40 മിനിറ്റ് മാറ്റി വെക്കുക. അതിനുശേഷം അവിടെ വരുന്ന സ്റ്റെയിൻ ഒബ്സർവ് ചെയ്യുക. എളുപ്പമാണ്, ഒന്നുമില്ല. ഈ അപ്പാരറ്റസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ടൂ, ബാക്കി എല്ലാ കെമിക്കൽസിനും എടുത്തിട്ട് എന്നിട്ട് മെർക്കുറി പേപ്പറിൽ നോക്കുക. ഓക്കെ, ടെസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് നമ്മുടെ സാമ്പിൾ തരും, സാമ്പിൾ വെക്കുക. പ്ലസ് അത് ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, അസിഡിഫൈങ് വിത്ത് ആഴ്സനിക് ഫ്രീ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. ബാക്കിയെല്ലാം വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ബാക്കിയെല്ലാം സെയിം ആഡ് ചെയ്യുക, 40 മിനിറ്റ് വെക്കുക, യെല്ലോ സ്റ്റെയിൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുക. ഇത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി യെല്ലോ സ്റ്റെയിൻ ടെസ്റ്റ് ഇപ്പം ഇന്റൻസിറ്റി കുറവാണ്, സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണെങ്കിൽ അത് പാസ് ആവുന്നു, കൂടുതലാണെങ്കിൽ ഫെയിൽ ആവുന്നു. അത് ഞാൻ പറയണ്ടല്ലോ. ഇനി എന്നിട്ട് ഓരോ യൂസുകൾ പറയാം. സ്ട്രെയിനസ് ക്ലോറൈഡ് ആണെങ്കിൽ ഹെൽപ്പ് കംപ്ലീറ്റ് എവല്യൂഷൻ ഓഫ് ആഴ്സനിക് ഗ്യാസ്. സോ സ്ട്രെയിനസ് ക്ലോറൈഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അവിടെ ഗ്യാസ് ഫോം ചെയ്യാൻ വേണ്ടി, കംപ്ലീറ്റ് ഫോർമേഷൻ ആണ്. ഇനി സിങ്ക്, പൊട്ടാസ്യം അയഡൈഡ്, സ്ട്രെയിനസ് ക്ലോറൈഡ്, പിന്നെ സ്ട്രെയിനസ് ക്ലോറൈഡ് പിന്നെ ഉണ്ട് കേട്ടോ, ഇത് റെഡ്യൂസിങ് ഏജന്റും ആണ്. സ്ട്രെയിനസ് ക്ലോറൈഡ് ഒരു റെഡ്യൂസിങ് ഏജന്റും കൂടെയാണ്, പ്ലസ് ഇതെല്ലാം റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിലോ provide acidic medium and necessary for the reaction. So hydrochloric acid basically acidic ആയിട്ടുള്ള എൻവയോൺമെന്റ് കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. പിന്നെ ലെഡ് അസിഡിക് പ്ലഡ്ജ് അല്ലെങ്കിൽ പേപ്പർ, നമ്മൾ ഈ ഒരു ഹൈഡ്രജൻ സൾഫൈഡിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ കുറച്ച് ലെഡ് അസിഡിക് കോട്ടൺ പ്ലഗ് വെക്കുന്നുണ്ട്. സോ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് കോട്ടൺ വെക്കുന്നുണ്ട്. അത് വെക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഹൈഡ്രജൻ സൾഫൈഡ് ട്രാപ്പായിട്ട് അത് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. കാര്യം ആഴ്സനിക് ഗ്യാസ് തന്നെ പ്രോപ്പർലി ഇവിടെ വരെയും വേണം. അതെന്ത് ചെയ്യണം, കറക്റ്റ് ആ ഒരു മെർക്കുറി പേപ്പർ കളർ വരണം. അപ്പം ഈ നമ്മൾ ലെഡ് അസിഡിക് കോട്ടൺ പ്ലഗ് വെക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് എന്ത് ചെയ്യുന്നു, വന്ന് ട്രാപ്പ് അവിടെ നിൽക്കുവാണ് ചെയ്യുക. ഇത് എളുപ്പമാണ്, ഒന്നുമില്ല. പക്ഷേ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മെയ് 10 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് പറയാനുള്ളത് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡ് ആണ്. നമുക്കിനി അധികം ഒന്നുമില്ല കേട്ടോ പഠിക്കാൻ. ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ലെഡ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ reaction of lead with a dithiazone in chloroform to form a colored lead dithiazone complex. So basically ഇവിടെ എന്താ റിയാക്ഷൻ, ലെഡ് ഉണ്ട് dithiazone in chloroform, dithiazone ഉണ്ട് to form a lead dithiazone complex. എളുപ്പമാണ്. ലെഡ് ഉണ്ട്, നമ്മൾ ലെഡ് ഉണ്ട്, ഡൈതൈസോൺ ഉണ്ട്, ലെഡും ഡൈതൈസോണിന്റെയും കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഇതാണ് ലിമിറ്റ് ടെസ്റ്റ് ഫോർ ലെഡ് പറയുവാണെങ്കിൽ. അവിടെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് കളർ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എത്ര ലെഡ് ഉണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാണ് ഇന്റൻസിറ്റി ഓഫ് കളർ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, റിയാക്ഷൻ ചെയ്യൽ ഡൈതൈസോൺ ഇൻ ക്ലോറോഫോം ടു ഫോം എ കളർ ലെഡ് ഡൈതൈസോൺ വിത്ത് ലെഡ് ആണ്. ഓക്കെ, റിയാക്ഷൻ എളുപ്പമാണ്. സോ നമുക്ക് സെപ്പറേറ്റിംഗ് ഫണൽ വേണം, ഗ്ലാസ് റോഡ് വേണം, മെഷറിംഗ് സിലിണ്ടർ വേണം, പൈപ്പറ്റ് വേണം. സോ ഇവിടെ നമുക്ക് നെസ്ല സിലിണ്ടറിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഡൈതൈസോണിന്റെ റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്, ലെഡ് ഡൈതൈസോൺ കൊടുക്കുന്നുണ്ട്. ഇത് വരച്ച് പഠിക്കാൻ പറ്റുന്നില്ല, കണ്ടോ, ലെഡും ഡൈതൈസോണും, അത് ലെഡ് ഡൈതൈസോൺ കോംപ്ലക്സ് ഫോം. എളുപ്പമാണ്, ഒന്നുമില്ല. ഈ ഒരു ഫോമിൽ വരച്ച് പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പഠിക്കുക, എളുപ്പമാണ്. 2 മീനുകൾ ചുംബിക്കുക എന്നാലോചിച്ചാൽ മതി. ഞാൻ അങ്ങനെ പഠിച്ചത് എന്റെ പണ്ട്. 2 മീനുകൾ ചുംബിച്ചു, ഉമ്മ വെക്കുന്നു, PB. ഇത് ഫിൻസ്, 2 ഫിൻസ് അല്ല, അപ്പുറം 2 ഫിൻസ് ഉണ്ടാവും, വാല്. അങ്ങനെ ഞാൻ പഠിച്ചത്. ഇങ്ങനെയെങ്കിലും വരച്ച് വെക്കാൻ പഠിക്കുക, അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും പഠിക്കാൻ നല്ല മാർക്ക് കിട്ടുള്ളൂ. സോ അങ്ങനെ വരച്ച് പഠിക്കുക. ലെഡും പിന്നെ ഇപ്പൊ എക്സാമ്പിൾ ഈ ഡൈറ്റസോൺ വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഡൈതൈസോൺ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ലെഡ് പ്ലസ് ഡൈതൈസോൺ എഴുതിയിട്ട് ഈ റിയാക്ഷൻ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. സോ കെമിക്കൽസ്: സ്റ്റാൻഡേർഡ് ലെഡ് സൊല്യൂഷൻ, അമോണിയം സിട്രേറ്റ്, പൊട്ടാസ്യം സയനൈഡ്, ഹൈഡ്രോ
hydroxylamine hydrochloride solution, ammonia solution, diethylsodium chloride in chloroform, nitric acid, ammonium cyanide solution. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കെമിക്കൽസ് വേണ്ടത് ആകെപ്പാടെ ലെഡും ഡയത്തൈസോണും മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും നമ്മൾ മെൻഷൻ ചെയ്ത കാര്യങ്ങളാണ്. അവിടെ അമോണിയം സിട്രേറ്റ്, പൊട്ടാസ്യം സയനൈഡ്, ഹൈഡ്രോക്സിലാമൈൻ, ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ, അമോണിയം സൊല്യൂഷൻ, നൈട്രിക് ആസിഡ്, അമോണിയം സയനൈഡ് സൊല്യൂഷൻ, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രിൻസിപ്പിളിൽ പറയുന്നില്ല. സോ ആക്ച്വലി ഇതൊക്കെ കാണാതെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചു വെക്കുക. സോ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് ലെഡ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ 1 ppm ഓഫ് ലെഡ് സോ ഇക്വലന്റ് ടു ദ പെർമിസിബിൾ ലിമിറ്റ്. നമുക്കൊരു പെർമിസിബിൾ ലിമിറ്റ് വെച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ സെപ്പറേറ്റിംഗ് ഫണലിലൂടെ സൊല്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. 6 ml അമോണിയം സിട്രേറ്റ് സൊല്യൂഷൻ, 2 ml പൊട്ടാസ്യം സയനൈഡ് സൊല്യൂഷൻ, 2 ml ഹൈഡ്രോലക്സമൈൻ ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, നമുക്ക് 6 ml വേണം, പിന്നെ 2 ml വേണം, ആൻഡ് 2 ml വേണം. ഓക്കെ, സോ അമോണിയം സിട്രേറ്റ്, potassium cyanide, 2 ml hydrolaxamine hydroxide solution, and make solution alkaline by adding ammonium solution. Ammonium solution ആഡ് ചെയ്യുക, അങ്ങനെ അത് ആൽക്കലൈൻ ആക്കി എടുക്കുകയാണ് ചെയ്യുക. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 5 ml extract 5 ml of diacetyl in chloroform solution until the chloroform layer become green. സോ ക്ലോറോഫോം ലെയർ ഗ്രീൻ ആകുന്നത് വരെ 5 ml ഡയറ്റസോൺ നമ്മൾ ക്ലോറോഫോം സൊല്യൂഷനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഡയറ്റസോൺ നമ്മൾ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുക, 30 മിനിറ്റ് നല്ല ഷെയ്ക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിൽ 30 ml നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക, എന്നിട്ട് ക്ലോറോഫോം ലെയർ എടുത്ത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആസിഡ് സൊല്യൂഷൻ 5 ml ഓഫ് സ്റ്റാൻഡേർഡ് ഡയസ്റ്റോൺ സൊല്യൂഷൻ ആഡ് ചെയ്യുക, 4 ml അമോണിയം സയനൈഡ് സൊല്യൂഷൻ, ആൻഡ് ഷേക്ക് ഫോർ 30 minutes. ഒബ്സർവ് ദ നോട്ട് ഓഫ് ദ കളർ ഡെവലപ്മെന്റ്. മനസ്സിലായോ? കുറച്ച് ടഫ് അല്ലേ? അത് നമ്മൾ എന്താ ചെയ്യുക, ലെഡ് സൊല്യൂഷൻ ഉണ്ടാക്കുക അല്ലെ, അത് ഉണ്ടാക്കി നമ്മൾ മാറ്റി വെക്കുക, അതിന് ട്രാൻസ്ഫർ ചെയ്യുക, ഒരു സെപ്പറേറ്റ് ഫണ്ടിൽ മാറ്റി വെക്കുക. അതിലേക്ക് 6 ml സിട്രേറ്റ് ആഡ് ചെയ്യുക, പിന്നെ 2 ml പൊട്ടാസ്യം സയനൈഡ്, പിന്നെ 2 ml ഹൈഡ്രോക്സിലമൈൻ ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ. ഇതിൽ മനസ്സിലാവാത്തുണ്ടോ? ഇല്ല. ഇനി മേക്ക് ദ സൊല്യൂഷൻ ആൽക്കലൈൻ ബൈ ആഡിങ് അമോണിയ സൊല്യൂഷൻ. അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്ത് ആൽക്കലൈൻ ആക്കി വെക്കുക. ഇതുവരെ ഓക്കെ ആണ്. ഇനി എക്സ്ട്രാക്ട് വിത്ത് 5 ml ഓഫ് ഡൈതൈസോൺ ഇൻ ക്ലോറോഫോം സൊല്യൂഷൻ. നമ്മൾ ക്ലോറോഫോം സൊല്യൂഷനിൽ 5 ml ഡൈതൈസോൺ എക്സ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്ലോറോഫോം ലെയർ ഗ്രീൻ ആകുന്നത് വരെ നമ്മൾ 5 ml എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നല്ലപോലെ 30 മിനിറ്റ് എക്സ്ട്രാക്ട് ചെയ്യുക, നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക, ക്ലോറോഫോം ലെയർ ഡിസ്കാർഡ് ചെയ്യുക, പിന്നെന്ത് ചെയ്യാം, 5 ml ഓഫ് സ്റ്റാൻഡേർഡ് ഡയസോണിയം സൊല്യൂഷൻ ടു ദ ആസിഡ് സൊല്യൂഷനിലേക്ക് 5 ml സ്റ്റാൻഡേർഡ് ഡയസോണിയം സൊല്യൂഷൻ ആഡ് ചെയ്യുക, 4 ml ഓഫ് അമോണിയം സയനൈഡ് ആഡ് ചെയ്യുക, 30 മിനിറ്റ് ഷേക്ക് ചെയ്യുക, കളർ ഡെവലപ്പ് ആവുന്നുണ്ടല്ലോ നോക്കുക. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ആണെങ്കിൽ എന്താണ് വ്യത്യാസം, ഈ ഒരു ഒറ്റ ഭാഗം മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അതിന്റെ കളർ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. സോ ഇന്റൻസിറ്റി വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പറയുക, കളർ പ്രൊഡ്യൂസിംഗ് സാമ്പിൾ സൊല്യൂഷൻ ഷുഡ് നോട്ട് ബി ഡീപ്പർ ദാൻ പ്രൊഡ്യൂസ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. സോ നമ്മൾ ബേസിക്കലി കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ അവിടെ എത്രത്തോളം കളറിൽ മാറ്റം വരുന്നുണ്ട് നമ്മൾ നോക്കും. കളർ കൂടുതലാണോ കുറവാണോ, കളർ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ബേസിക്കലി ടെസ്റ്റ് ഫെയിൽ ആണ്. കളർ കുറവാണെങ്കിൽ അത് ജയിക്കും. ഓക്കെ, ആ ഒരു കാര്യം ഇത് എളുപ്പമാണ്. അമോണിയം സിട്രേറ്റും പൊട്ടാസ്യം സയനൈഡും ഹൈഡ്രോക്സിലമൈൻ ഹൈഡ്രോക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും? ബേസിക്കലി pH അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ് ബേസിക് ആയിട്ട് പറയുക. പിന്നെ ഏതെങ്കിലും മെറ്റൽ ഇമ്പ്യൂരിറ്റി ഒക്കെ ഉണ്ട്, അതിന്റെ ഇന്റർഫിയറൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഡയറ്റസോൺ ഇൻ ക്ലോറോഫോം എന്തിനാ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ നമുക്ക് സെലക്റ്റീവ്ലി ആൽക്കലൈൻ സൊല്യൂഷൻ എക്സ്ട്രാക്ട് ചെയ്യാനും ആ ഒരു കളർഡ് കോംപ്ലക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഡയതൈസോൺ ഇൻ ക്ലോറോഫോമിൽ നമ്മൾ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ലെഡ് അങ്ങനെ ചോദിച്ച് കാണാറില്ല, പക്ഷെ ചോദിച്ചാൽ പണി കിട്ടും. കാര്യം എല്ലാവർക്കും ഓർത്തിരിക്കാനായിട്ട് പറ്റില്ല, ഭയങ്കര പാടാണ് കേട്ടോ. ഇനി നമ്മൾ പറയാവുന്ന ലിമിറ്റ് ടെസ്റ്റ് ഫോർ ഹെവി മെറ്റൽ ആണ്. സോ ഈ ഹെവി മെറ്റലിന്റെ ലിമിറ്റ് ടെസ്റ്റ് ഒരു കോമൺ ആണ്. നമുക്ക് ഒരുപാട് ഹെവി മെറ്റൽസ് ഉണ്ട്, ഇത് മിക്കവാറും ചോദിച്ച് കാണാറുണ്ട്. സോ നമുക്ക് ഒരുപാട് ഹെവി മെറ്റൽസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിനും കോമൺ ആണ് കേട്ടോ. സോ ഹെവി മെറ്റൽസ് ആർ മെറ്റാലിക് ഇംപ്യൂരിറ്റി ദാറ്റ് പ്രൊഡ്യൂസ് എ ഡാർക്ക് കളർ വിത്ത് സോഡിയം സൾഫൈഡ്. സോ സോഡിയം സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹെവി മെറ്റൽസ് എന്താണ്, മെറ്റാലിക് ഇംപ്യൂരിറ്റീസ് ആണ് അല്ലെ. സോ ഇത് ഡാർക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യും. സോഡിയം സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അതായത് ഹെവി മെറ്റലിന്റെ ഇംപ്യൂരിറ്റീസ്, ഹെവി മെറ്റാലിക് ഇംപ്യൂരിറ്റീസ് സോഡിയം സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇൻ എൻ അസിഡിക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഓർ വിത്ത് ഹൈഡ്രജൻ സൾഫൈഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ദ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ടേം ഓഫ് എമൗണ്ട് ഓഫ് ലെഡ്, PB-യിലാണ് നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യുക. സോ അവിടെ ഒരു കളറേഷൻ ഫോം ചെയ്യും, ഒരു ഡാർക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്താ പറഞ്ഞത്, ഹെവി മെറ്റൽ ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ ഹെവി മെറ്റൽസിൽ ആർ മെറ്റാലിക് ഇംപ്യൂരിറ്റീസ് ആണ്, ഡാർക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഹെവി മെറ്റാലിക് ഇംപ്യൂരിറ്റീസ് സോഡിയം സൾഫൈഡോ അല്ലെങ്കിൽ അസിഡ് സൊല്യൂഷനിലോ അല്ലെങ്കിൽ
സോഡിയം സൾഫൈഡ് ഇൻ അസിഡിക് സൊല്യൂഷനിലോ അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷനിലോ ആണെങ്കിൽ ഡാർക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമ്മൾ ലെഡ് അല്ലെങ്കിൽ PBയിലാണ് നമ്മൾ മെൻഷൻ ചെയ്യുക. സോ അപ്പാരറ്റസ് നെസ്ല സിലിണ്ടർ, ഗ്ലാസ് റോഡ് ആൻഡ് സ്റ്റാൻഡ്. ഓക്കെ, സോ 10% volume by volume acetic acid, 10% volume by volume ammonia solution, hydrogen sulfide solution, standard lead solution, lead nitrate stock solution. ഇത്രയുമാണ് നമുക്ക് കെമിക്കൽസ് വേണ്ടത്. Okay, the limit test for heavy metal is based on the reaction of metallic impurity with hydrogen sulfide in acidic medium to form a brownish colored solution. ഞാൻ പറഞ്ഞു നമുക്ക് ഡാർക്ക് കളർ സാധനം ഉണ്ടാവുന്നു. എന്തുമായിട്ടാണ്? ഹൈഡ്രജൻ സൾഫൈഡ് അല്ലേ. സോ മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസ് ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് അസിഡിക് മീഡിയം റിയാക്ട് ചെയ്ത് ഒരു ബ്രൗണിഷ് കളർ സൊല്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഏതൊക്കെയാണ് ടെസ്റ്റ് റെസ്പോൺസ് കൊടുക്കുക? ലെഡ്, മെർക്കുറി, ബിസ്മത്ത്, ആർസനിക്, ആന്റിമണി, ടിൻ, കാഡ്മിയം, സിൽവർ, കോപ്പർ, മോൾബിഡിനം. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്കുള്ളത്. സോ അറ്റ്ലീസ്റ്റ് ഒരു 5 പഠിച്ചു വെക്കുക. വലിയ സംഭവമുള്ളതായിരുന്നല്ലോ, കാര്യം ഹെവി മെറ്റൽസ് ഐഡന്റിഫൈ ആണല്ലോ. ഓക്കെ, സോ ഹെവി മെറ്റൽസിൽ മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസ് ആണ് ബേസിക്കലി ഡാർക്ക് കളർ റിയാക്ഷൻ, സോഡിയം സൾഫൈഡ് അസിഡിക് സൊല്യൂഷൻ ഓർ ഹൈഡ്രജൻ സൾഫൈഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. സോ PBയിലാണ് മെൻഷൻ ചെയ്യുക. സോ ബേസിക് ആയിട്ട് പ്രിൻസിപ്പിൾ പറയുവാണെങ്കിൽ എന്താണ് നമുക്ക് ബേസിക് ബ്രൗണിഷ് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പരിപാടി. സോ ലെഡ്, മെർക്കുറി, ബിസ്മത്ത്, ആർസനിക്, ആന്റിമണി, ടിൻ, കാഡ്മിയം, സിൽവർ, കോപ്പർ ആൻഡ് മോൾബിയം. സോ മെറ്റാലിക് ഇമ്പ്യൂരിറ്റി ഇൻ സബ്സ്റ്റൻസ് ആർ എക്സ്പ്രസസ് പാർട്സ് പെർ മില്യൺ. നമ്മൾ എന്താ പറഞ്ഞത്? PB നമ്മൾ ബേസിക്കലി PPM. നമ്മളിവിടെ എന്ത് പറഞ്ഞു? നമ്മളിവിടെ ക്വാണ്ടിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന PB ആണ് അല്ലെ. ദ എമൗണ്ട് ഓഫ് ലെഡ് അല്ലെങ്കിൽ PB നമ്മൾ മെൻഷൻ ചെയ്യുന്നു. മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസിൽ എപ്പോഴും നമ്മൾ സബ്സ്റ്റൻസുകളെ എക്സ്പ്രസ് ചെയ്യുന്നത് പാർട്സ് ഓഫ് ലെഡ് പെർ മില്യൺ പാർട്സ് ഓഫ് ദ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ PPM എന്നാണ് പറയുക. എന്താ പറയാ? മെറ്റാലിക് ഇമ്പ്യൂരിറ്റീസിൽ സബ്സ്റ്റൻസുകൾ എക്സ്പ്രസ് ചെയ്യുന്നത് പാർട്സ് ഓഫ് ലെഡ് പെർ മില്യൺ പാർട്സ് ഓഫ് ദ സബ്സ്റ്റൻസ്, അത് PPM എന്നാണ്. ഓക്കെ, ദ യൂഷ്വൽ ലിമിറ്റ് ആസ് പെർ ദ ഇന്ത്യൻ ഫാർമക്കോപ്പി ഈസ് 20 ppm. നമുക്ക് 20 ppm വരെ നമുക്ക് പോവാം. എന്താണ്? പാർട്സ് പെർ മില്യൺ വരെ നമുക്ക് പോവാം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇത് വലിയ സംഭവമുള്ളതായിരുന്നല്ല. ഇനി ടെസ്റ്റും സ്റ്റാൻഡേർഡ്സിന്റെയും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ടേക്ക് 2 ml ഓഫ് സ്റ്റാൻഡേർഡ് ലെഡ് സൊല്യൂഷൻ ഇൻ എ നെസ്ലെസ് സിലിണ്ടർ ആൻഡ് pH നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. 3 മുതൽ 4 വരെ അഡ്ജസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ആണെങ്കിൽ എന്താണ്? നമ്മൾ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ സാമ്പിൾ ആണ് എടുക്കുക അല്ലെ. സാമ്പിൾ പ്ലസ് 25 ml വാട്ടർ. സോ ഡൈലൂട്ട് ചെയ്യുക. 35 ml വെള്ളം ആഡ് ചെയ്ത് ഡൈലൂട്ട് ചെയ്യുക. 10 ml ഫ്രഷ്ലി പ്രിപ്പയർഡ് ഹൈഡ്രജൻ സൾഫൈഡ് സൊല്യൂഷൻ. ഇവിടെയാണ് ബാക്കി എല്ലാം എളുപ്പമാണ്. നമ്മൾ സാമ്പിൾ ആഡ് ചെയ്തു, പിന്നെ വരുന്നത് ഇത്രയും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ബാക്കിയാണ് എന്ത് വരിക? ഹൈഡ്രജൻ സൾഫൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ 50 ml വെള്ളം ആഡ് ചെയ്യുന്നു, 5 മിനിറ്റ് വെക്കുന്നു ആൻഡ് നോക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്തൊക്കെ നമ്മൾ ചെയ്തത്? ഇവിടെ അസറ്റിക് ആസിഡോ അല്ലെങ്കിൽ അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു, പിന്നെ ഹൈഡ്രജൻ സൾഫൈഡ് ആഡ് ചെയ്യുന്നു, 50 ml വെള്ളം ആഡ് ചെയ്യുന്നു, കളർ നോക്കുന്നു. വളരെ എളുപ്പമാണ്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ ആഡ് ചെയ്യുന്നു. ഇപ്പൊ ആക്ച്വൽ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റുകൾ പഠിക്കും, ലിമിറ്റ് ടെസ്റ്റ് പഠിക്കും. അപ്പൊ എല്ലാം കൂടെ പഠിക്കുമ്പോൾ അയ്യോ ഇതിന്റെ ഏതാ അതിന്റെ ഏതാ അങ്ങനെയാണ് മറന്നു പോവുക. അപ്പൊ ആ ഒരു ട്രിക്ക് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്ര വലിയ എളുപ്പമുള്ളതല്ല. എളുപ്പം ഉള്ളതാണ് കേട്ടോ. സോ ഇനി പറയാവുന്ന ക്വാണ്ടിറ്റി ടെസ്റ്റ് ഫോർ ആൽക്കലി ആൻഡ് ആൽക്കലിൻ എർത്ത് മെറ്റൽ ആണ് കേട്ടോ. സോ ഇത് നമ്മുടെ സിലബസിനകത്ത് സത്യം പറഞ്ഞാൽ മെൻഷൻഡ് ആണ്. ഓക്കെ, കാര്യം നമുക്ക് ലിമിറ്റ് ടെസ്റ്റ് പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിക്കണമല്ലോ അല്ലെ. എല്ലാത്തിന്റെയും ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. സോ മോഡിഫൈഡ് ലിമിറ്റ് ടെസ്റ്റുകളൊക്കെ നമുക്ക് പറയാനുണ്ട്. ഇത് ആൽക്കലി എർത്ത് മെറ്റൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇത് മോഡിഫൈഡ് ടെസ്റ്റുമാണ് പറയുന്നത്. സോ ബാരിയം confirm by adding dilute sulfuric acid to the test solution which yield a precipitate of barium sulfate. ബേരിയം ആണെങ്കിൽ എന്താ ചെയ്യുക? സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും, അങ്ങനെ നമുക്ക് ബേരിയം സൾഫേറ്റ് കിട്ടും, പ്രസിപ്പിറ്റേറ്റ്. ഇനി കാൽഷ്യം ആണ് confirm by dilute ammonium oxalate to ethanolic test solution which yield a precipitate of calcium oxalate. ഇനി മെഗ്നീഷ്യം ആണെങ്കിൽ formation of magnesium 8-hydroxyquinoline complex. If calcium is present, remove it as calcium oxalate, then precipitate magnesium as a magnesium sulfate. സോ ഇവിടെ മെഗ്നീഷ്യത്തിൻ ടെസ്റ്റിൽ കാൽഷ്യം വേണമെങ്കിൽ ഇന്റർഫിയർ ചെയ്യാം. അപ്പൊ നമ്മൾ കാൽഷ്യം ഓക്സലേറ്റിനെ ആദ്യം റിമൂവ് ചെയ്തിട്ട് ആണ് മെഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇനി അലുമിനിയം ആണെങ്കിൽ by formation of aluminium 8-hydroxyquinoline ആണ് കോംപ്ലക്സ് മെഷേഴ്സ് ഫ്ലൂറസെൻസ് തിളക്കമാണ് നോക്കുന്നത്. ആക്ച്വലി ഈ ക്വാളിറ്റി ടെസ്റ്റ് ഫോർ ആൽക്കലി എർത്ത് മെറ്റൽ പഠിക്കാൻ നമുക്കില്ല. പക്ഷേ ഇത് ലിമിറ്റ് ടെസ്റ്റുകൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെവി മെറ്റൽസിന്റെ കൂടെ തന്നെ പറയേണ്ടതാണ്. ഇപ്പൊ എത്ര കോളേജിലുള്ള
സാറുമാരും ടീച്ചർമാരും പഠിപ്പിക്കുന്നു എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ആക്ച്വലി നമുക്കിത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ബിഫോംകാർ പഠിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ പറയാൻ വന്ന മോഡിഫൈഡ് ലിമിറ്റേഴ്സ് ഫോർ ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. So normally a specific amount of sample is dissolved in distilled water and volume is made up to 50 ml in Nestle cylinder for limit test for chloride solution. അല്ലേ? നോർമൽ എന്ത് ചെയ്യുന്നു, നമ്മൾ സാധനം എടുക്കുന്നു, 50 ml മേക്കപ്പ് ചെയ്യുന്നു, ആൻഡ് ക്ലോറൈഡും സൾഫൈഡും ലിമിറ്റ് ടെസ്റ്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നു. ഇതാണ് ചെയ്യുന്നത് അല്ലേ? ഹവർ ഡ്യൂ ടു ഫിസിക്കോ കെമിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് സം സാമ്പിൾ ദ ഫോളോയിങ് മോഡിഫിക്കേഷൻ സജസ്റ്റഡ്. ചില സമയങ്ങളിൽ ചില കേസുകളിൽ ചില സാമ്പിൾസിന് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ മാറ്റം ഉണ്ടായിരിക്കും. ഇവിടെയാണ് നമ്മൾ ആൽക്കലൈൻ നേച്ചർ ഓഫ് സാമ്പിൾ പറയുന്നത്. അതായത് ഇപ്പൊ ആൽക്കലൈൻ നേച്ചർ ഓഫ് സാമ്പിൾ ആണെങ്കിൽ ഡിസോൾവ് ഇൻ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ. നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ അവർ എന്ത് ചെയ്യുക, നൈട്രിക് ആസിഡോ ഹൈഡ്രോക്ലോറിക് ആസിഡോ യൂസ് ചെയ്യുക. ഡൈലൂട്ട് ആയിരിക്കണം കേട്ടോ. അതിൽ വാട്ടർ ഇൻസോലബിൾ സാമ്പിൾ ആണെങ്കിൽ ലൈക്ക് അയോലിൻ, മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ് ഒക്കെ ആണെങ്കിൽ ബോയിൽ വിത്ത് കറസ്പോണ്ടിങ് ആസിഡ് ആൻഡ് ഡിസ്റ്റിൽഡ് വാട്ടർ, ഫിൽട്ടർ ആൻഡ് യൂസ് ദ ഫിൽട്രേറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, ഫിൽട്രേറ്റിനാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം, ഇപ്പം ഇൻസോലബിൾ സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ ചില സമയത്ത് ഇപ്പൊ ലൈറ്റ് അയോലിൻ അല്ലെങ്കിൽ മെഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ് ഒക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കും. അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ അത് അലിയാതെ കിടക്കുവാണെങ്കിൽ എന്ത് ചെയ്യുക, നല്ലപോലെ ബോയിൽ ചെയ്യുക, ആസിഡ് ഒഴിച്ചിട്ട് എന്നിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് അത് ഫിൽട്ടർ ചെയ്ത് ഫിൽട്രേറ്റിനെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലിമിറ്റ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ആൽക്കലൈൻ നേച്ചറാണ് സാമ്പിൾ ഉണ്ടെങ്കിൽ ഡൈലൂട്ട് നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. എന്താണ് ആൽക്കലൈൻ നേച്ചർ മാറ്റി ഒരു അസിഡിക് നേച്ചർ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ്, കൈൻഡ് ഓഫ് ന്യൂട്രലൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ ഇൻസോലബിൾ ആണെങ്കിൽ ബോയിൽ ചെയ്തിട്ട് ആസിഡ് ആഡ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഫിൽട്രേറ്റിനെ യൂസ് ചെയ്യാം. ഇനി സാമ്പിൾ ദാറ്റ് റിയാക്ട് വിത്ത് നൈട്രിക് ആസിഡ്, ചില സാമ്പിൾസ് ഇപ്പൊ മെഗ്നീഷ്യം ഓക്സൈഡ്, മെഗ്നീഷ്യം കാർബോണേറ്റ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ എന്തെങ്കിലും സാമ്പിളുമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഡിസോൾവ് വിത്ത് അസറ്റിക് ആസിഡ്. ഓക്കെ, അസറ്റിക് ആസിഡ് ഡിസോൾവ് ചെയ്യാം. ഇനി മെറ്റാലിക് സാൾട്ട് ഓഫ് ഓർഗാനിക് ആസിഡ്സ് ആണെങ്കിൽ ലൈക്ക് സോഡിയം ബെൻസോയേറ്റ്, സോഡിയം സാലിസിലേറ്റ് ആണെങ്കിൽ ഷേക്ക് വിത്ത് മിനറൽ ആസിഡ് പ്രിസ്ക്രൈബ് ഇൻ ദ ടെസ്റ്റ് ടു ലിബറേറ്റ് ദ ഫ്രീ ആസിഡ്, ഫിൽട്ടർ ആൻഡ് യൂസ് ദ ഫിൽട്രേറ്റ്. സോ ഇവിടെ ഫിൽട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി മെറ്റാലിക് സാൾട്ട്സ് ഓഫ് ഓർഗാനിക് ആസിഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മിനറൽ ആസിഡ് ആയിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രീ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഫിൽട്ടർ ചെയ്യുക. ആ ഫിൽട്രേറ്റിനെ വേണം ഉപയോഗിക്കാൻ നോക്കേണ്ടത്. ഇനി റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിലോ ലൈക്ക് ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് ആണെങ്കിൽ പ്രീ ഓക്സിഡൈസ് ബൈ ബോയിലിംഗ് വിത്ത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ആയിട്ട് പ്രീ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കാം. അതിന് അപ്പം എന്ത് ചെയ്യുന്നു, സിൽവർ നൈട്രേറ്റ്, ക്ലോറൈഡ് ടെസ്റ്റിൽ സിൽവർ നൈട്രേറ്റിന്റെ റിയാക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കാണാതെ പഠിച്ചേ പറ്റും കേട്ടോ. എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കി പോലും പറഞ്ഞാൻ പറ്റില്ല. ആക്ച്വലി ഇതെന്താണ് റിയാക്ഷൻ ഉള്ളത് നിങ്ങൾ പഠിച്ചേ പറ്റൂ കേട്ടോ. ഇനി കളേർഡ് സാമ്പിൾ. സോ പ്രീ റെഡ്യൂസ്ഡ് ബൈ ബോയിലിംഗ് വിത്ത് ആൽക്കഹോൾ. സോ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് ചില റിയാക്ഷൻസിന്റെ കളർ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ പ്രീ റിഡക്ഷൻ ബൈ ബോയിലിംഗ് യൂസിങ് ആൽക്കഹോൾ. ആൽക്കഹോൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രീ റെഡ്യൂസ് ചെയ്ത് വെക്കുക. ആൻഡ് അതർ കളർ സബ്സ്റ്റൻസ് ലൈക്ക് ക്രിസ്റ്റൽ വയലറ്റ്, പിന്നെ മെലാച്ചോയിഡ് ഗ്രീൻ ഒക്കെ ആണെങ്കിൽ കാർബണൈസ് ടു ആഷ്, എക്സ്ട്രാക്ട് ദ ആഷ് വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ, ഫിൽട്ടർ ആൻഡ് യൂസ് ദ ഫിൽട്ടേഴ്സ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാർബണൈസ് ചെയ്യുക, അതിനുശേഷം ഈ ആഷ് എടുത്തിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കുക. ഇത് എളുപ്പമൊന്നുമല്ല, പഠിക്കാൻ അധികം ഉണ്ട്. ആൽക്കലിൻ നാച്ചുറൽ ഓഫ് സാമ്പിൾ ആണെങ്കിൽ നൈട്രിക് ആസിഡോ ഹൈഡ്രോക്ലോറിക്കോ. വാട്ടർ ഇൻസോലബിൾ ആണെങ്കിലോ അവിടെ നമ്മൾ ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് ആസിഡ് ആഡ് ചെയ്ത് ഫിൽട്ടർ ചെയ്യുക. നൈട്രിക് ആസിഡ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അസിറ്റിക് ആസിഡ് ആഡ് ചെയ്യുക. മെറ്റാലിക് സാൾട്ട് ഓഫ് ഓർഗാനിക് ആസിഡ് ആണെങ്കിൽ മിനറൽ ആസിഡ് ആഡ് ചെയ്തിട്ട് ലൈക്ക് ഫ്രീ ആസിഡ് ലിബറേറ്റ് ചെയ്ത് നോക്കിയ ശേഷം ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കുക. ഇനി റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ പ്രീ ഓക്സിഡൈസ് ബൈ ബോയിലിംഗ് വാട്ടർ ആണ്, ബോയിലിംഗ് വിത്ത് നൈട്രിക് ആസിഡ് ബിഫോർ ദ ടെസ്റ്റ് ആണ്. കളേർഡ് ആണെങ്കിൽ പ്രീ റിഡക്ഷൻ ആണ്. അതർ കളേർഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ ആഷ്, പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ, ഫിൽട്ടർ ആൻഡ് യൂസ് ദ ഫിൽട്രേറ്റ്. അത്ര വലിയ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല, എനിക്കറിയാം. ആക്ച്വലി ക്ലാസ് ഞാൻ രണ്ടായിട്ട് തരാനുള്ള റീസൺ തന്നെ ഇതുകൊണ്ടാണ്. ലിമിറ്റ് ടെസ്റ്റ് ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ലിമിറ്റ് ടെസ്റ്റ് ഫാർമക്കോപ്പയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഏതെങ്കിലും ഒരെണ്ണം പ്രിസ്ക്രൈബ് ഹെവി മെറ്റൽസോ അല്ലെങ്കിൽ ഹെവി മെറ്റൽസിന് ലിമിറ്റ് ടെസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്പ് വൈസ് പറയൂ, അല്ലെങ്കിൽ ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ആഴ്സനിക്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ചോദിക്കാം. കണ്ടോ, ഡിസ്ക്രൈബ് ഡീറ്റെയിൽ വിത്ത് ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ഹെവി മെറ്റൽ ഇൻക്ലൂഡിംഗ് പ്രിൻസിപ്പിൾ, അപ്പാരറ്റസ്, കെമിക്കൽ, സ്റ്റെപ്പ് വൈസ് മെത്തഡ് ഒബ്സർവേഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആണ്. ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ഹെവി മെറ്റൽ എന്തൊക്കെയാണെന്നുള്ളത് ഡയറക്ട്ലി ചോദിക്കുന്നുണ്ട്. റൈറ്റ് ഡീറ്റെയിൽ അബൌട്ട് നോഡൽ ലിമിറ്റ് ടെസ്റ്റ് ഓഫ് ആഴ്സനിക് ഇൻക്ലൂഡ് അപ്പാരറ്റസ് യൂസ്ഡ്, റോൾ ഓഫ് ഫ്രീ ഏജന്റ്. ഇവിടെ ആഴ്സനിക് വരുമ്പോൾ ആ പടമൊക്കെ വരച്ച് വെക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ജസ്റ്റ് റഫായിട്ട് വരയ്ക്കാൻ പറ്റുന്ന സംഭവമാണ്, വളരെ പാടൊന്നുമുള്ള കാര്യമൊന്നുമല്ല, അതിലെഴുതുന്ന കാര്യമാണ്.
പിന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡിറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, നമുക്ക് അങ്ങനെ നമ്മളെ മാറ്റി തിരിച്ചും ചോദിക്കാനൊന്നും പോകുന്നില്ല. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് ടെസ്റ്റ് ഓഫ് അയൺ എന്താണ്, പിന്നെ ഹെവി മെറ്റൽസിന്റെ പെർമിസിബിൾ ലിമിറ്റ് എന്താണ്, ലിമിറ്റ് ടെസ്റ്റ് ഫോർ ആഴ്സനിക് എന്താണ്, കളർഡ് കോംപ്ലക്സ് ലിമിറ്റ് ടെസ്റ്റ് ഓഫ് അയണിന്റെ അതെന്താണ്, എങ്ങനെയാണ് വരുന്ന റിയാക്ഷൻ എങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആയിരിക്കും. എല്ലാം പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, ബിക്കോസ് അങ്ങനെ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത്ര വലിയ എളുപ്പമുള്ള ചാപ്റ്റർ ഒന്നും ഞാൻ പറയില്ല. ബാക്കിയൊക്കെ പഠിക്കുന്നത് ഭയങ്കര എളുപ്പമാണ്, ഈ ഒരു ചാപ്റ്ററൊക്കെ ഭയങ്കര ടഫാണ്. മനസ്സിലാക്കിയെടുത്ത് അതെന്താണെന്നുള്ളത് നമ്മളെ ബ്രെയിനിൽ കയറ്റുക. കാരണം ഏതൊക്കെ റീജന്റ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അങ്ങനെ പെട്ടെന്ന് ആർക്കും ഒന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല, ബിക്കോസ് ഞാനൊക്കെ ഇതിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നന്നായിട്ടത് മനസ്സിലാക്കുക, അതിന് സമയം കൊടുത്ത് തന്നെ പഠിക്കുക, സമയം എടുത്ത് തന്നെ പഠിക്കുക. ഒരു കാരണവശാലും വെറുതെ വായിച്ചാൽ ഒരിക്കലും പോകരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.